ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അഡ്വക്കേറ്റിന് എന്താ ഈ വീട്ടിൽ കാര്യം? അഡ്വക്കേറ്റിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ബേസിക്കലി കോട്ടിട്ട് കോടതി പോണ വക്കീലല്ല. അതല്ല, കോട്ടിട്ട് കോടതിയിൽ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പോകേണ്ട സാഹചര്യം എൻ്റെ ഒരു പ്രാക്ടീസ് ഡൊമൈനിൽ ഒരിക്കലും ഉണ്ടാവാറില്ല. നമ്മളുടെ കമ്പനിയിലെ ബോർഡിൽ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇക്വിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. കറക്റ്റ്. നെക്സ്റ്റ് ലെവലിൽ പോയിട്ട് നിങ്ങൾ അവർക്ക് ബോർഡ് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ തോട്ട്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബോബി പറഞ്ഞ പോലെ ഫണ്ട് വരും, അത് വരൂല. നിങ്ങൾക്ക് വരാൻ പോണത് ഒരു 100-200 ഇമെയിൽസും കോൾസും ആണ് ലോയേഴ്സിന്റെ സൈഡിൽ നിന്ന്. അറ്റ്ലീസ്റ്റ് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്തോ ഫ്രോഡ് കണ്ടു, അതിന് എനിക്ക് 1000 രൂപ നിങ്ങൾ ഡാമേജ് ആയിട്ട് തരണം. അയാൾ ബേസിക്കലി അതൊരു പ്രോഫിറ്റ് ആക്കി എടുത്തില്ലേ. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കുക്ക് ചെയ്തു. കോമൺ ടേം അതാണ്. അതായത് ഫ്രോഡുലൻ്റ്ലി അത് ഓൾട്ടർ ചെയ്തു, നമ്പേഴ്സ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചു. പുള്ളി ഒറ്റക്കായിരുന്നു കാര്യം, പുള്ളിൻ്റെ സൈഡിൽ നിന്ന് ലോയറേ ഉണ്ടായിട്ടില്ല. അത് ഭയങ്കര എന്നെ സർപ്രൈസ് ചെയ്യുന്നു. കാരണം പുള്ളി ഓരോ കാര്യങ്ങളും നമ്മളോട് സാർ ആപ്പ് കർ ദേഖിക്കുക, നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഗെയിൻസിന് വേണ്ടി ഇൻവെസ്റ്ററുടെ അടുത്ത് ഫണ്ട് റേസ് ചെയ്യരുത്. കാരണം റൈറ്റ്സ് കൊടുക്കുന്നൊന്നും ഒരിക്കലും റെഡ് ഫ്ലാഗ്സ് അല്ല. അവരും കാരണം അവർ എത്രമാത്രം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി റൈറ്റ്സ് ഉണ്ടോ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് ഇഷ്ടമാവുകയുള്ളൂ. കുറെ പരിപാടി ഉണ്ടല്ലേ, ഒരുപാടായിട്ട് നമ്മളെ ചീത്ത പറയും. അതായത് ചീത്ത പറഞ്ഞാൽ അവർ അവരോടുള്ള സ്ട്രെസ് അല്ലെ ഫ്രസ്ട്രേഷൻ നമ്മളോട് എക്സ്പ്രസ് ചെയ്യും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എന്തിനാ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? ഏർലി സ്റ്റേജ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവർ 100 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു കമ്പനി ആയിരിക്കും അവരുടെ പിഗി ബാഗ്, അവരുടെ മൾട്ടി ബാഗർ. ആ ഒരൊറ്റ കമ്പനിയിൽ അവർ 100 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 100 കോടി ആയിരിക്കും. ഈ ഒരു കമ്പനിയിൽ നിന്ന് 10 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ 100x കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായി, ഫണ്ടിന് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കിട്ടിയല്ലോ. അവരും ഇൻവെസ്റ്റേഴ്സ് വരുന്നതും ഇവരുടെ ഇടയിൽ ഒരു ഫോർമുലയിലാണ്. ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് ഫണ്ട് ഇസ് സംതിങ് ഈസിലി യു ഗെറ്റിംഗ്, യു ക്യാൻ ഡിപ്ലോയ് ആൻഡ് യൂസ് വാട്ട് എവർ. അങ്ങനെയല്ല. ബോബിന്റെ ഫണ്ട് വന്നാൽ കുടുങ്ങും. Xylem was already acquired by ഫിസിക്സ് വാല. ഈ ഫണ്ടുകൾക്ക് പുറമെ ഒരു കമ്പനിക്ക് എക്വയർ ചെയ്യാം. കാരണം നാളെ അവർ ഈ ഒരു കാരണം രണ്ടും എഡ്ടെക് സെഗ്മെന്റിലാണ്. അവിടെയും അതൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം എല്ലാ ഡീൽസിലും ഒന്നെങ്കിൽ കമ്പനി ഫൗണ്ടേഴ്സ് ഫോർമൂലായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഫോർമൂലായിരിക്കും. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു സ്റ്റോർ ഓണറോ ഓപ്പറേറ്ററോ അല്ല. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അഡ്വക്കേറ്റിന് എന്താ ഈ വീട്ടിൽ കാര്യം? അഡ്വക്കേറ്റിൻ്റെ കാര്യമുണ്ട്. നിങ്ങളൊരു ഫണ്ടിങ് എടുക്കുമ്പോൾ നിങ്ങൾ വളരെ എക്സ്ട്രീംലി നോക്കേണ്ട സാധനമാണ് ലോ സൈഡ്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഇന്ന് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ലോയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൂടുതൽ ഡീറ്റെയിൽസ് മൂപ്പരോട് ചോദിക്കാം. ഹി ഹാസ് ബീൻ ഇൻവോൾവ് ഇൻ ലോട്ട് ഓഫ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ, B2C ബ്രാൻഡ്സിൻ്റെ ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. ഇജാസ്, വെൽക്കം ടു ദ ഷോ. എനിക്ക് കുറേ ഇൻബൗണ്ട് റിക്വസ്റ്റ് വരും. പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് ഒരു ഇൻബൗണ്ട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇതാണ് ചെയ്യുന്നത്, ദിസ് ഈസ് വാട്ട് ഐ ക്യാൻ ഡെലിവർ ടു ദ ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു അപ്ലിക്കേഷൻ കണ്ട്. അത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം മറ്റേ IIT എക്സാമിനൊക്കെ എഴുതുന്ന പോലെയാണ് നിങ്ങൾ എഴുതി വെച്ചത്. സോ വെരി നൈസ് ടു ഹാവ് യു ഹിയർ. ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പിന്നെ ഞാനുണ്ട്, ഐ എക്സിസ്റ്റ്, ഐ ക്യാൻ ഡൂ ദിസ് ഫോർ യുവർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. സോ ഇത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഓഡിയൻസിനോട് പറയാനല്ലേ, നിങ്ങൾ കുറേ ആൾക്കാരുണ്ട്, കുറേ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ, നിങ്ങളെ നമുക്ക് വേണം. സോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞാലേ ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, നമ്മളെ ഓഡിയൻസിന് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു അസ്. യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നൗ നമുക്ക് ഡീറ്റെയിലേക്ക് വരാം. ജസ് എന്താണ് ഈ ഫൈനാൻഷ്യൽ ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസാക്ഷൻ ലോയർ അല്ലേ? കോർപ്പറേറ്റ് ലോയർ ആണ് എൻ്റെ ഡെസിഗ്നേഷൻ. ഒഫീഷ്യലി ഞാൻ ചെയ്യുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലോയർ എന്ന് പറഞ്ഞാൽ നോർമൽ അഡ്വക്കേറ്റ്, കോഡ് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് അല്ല, കോർപ്പറേറ്റ് ലോയർ ആണ്. കോർപ്പറേറ്റ് ലോയർ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ട്രാൻസാക്ഷൻ ലോയർ. ഞാൻ സോഫാർ അഡ്വൈസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്സിനെയാണ്, ഫൗണ്ടേഴ്സിനെയാണ്. ദെൻ a lot of investors, VC fund, PE fund,
ദെൻ M&A ഡീൽസ്, മെച്യൂർ ആയിട്ടുള്ള കമ്പനീസിൻ്റെ M&A ട്രാൻസാക്ഷൻസ്, ഇതാണ് എൻ്റെ മെയിൻ ഡൊമൈൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ ഞാനിപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ഡൊമൈനെ കോർപ്പറേറ്റ് ട്രാൻസാക്ഷൻ ലോയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി കോട്ടിട്ട് കോടതി പോണ വക്കീലല്ല. അതല്ല, കോട്ടിട്ട് കോടതിയിൽ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഒരു പോകേണ്ട സാഹചര്യം എൻ്റെ ഒരു പ്രാക്ടീസ് ഡൊമൈനിൽ ഒരിക്കലും ഉണ്ടാവാറില്ല. ഓ അത് ശരി. അപ്പം നിങ്ങൾ എവിടെയാ, വെർ ഡു യു സിറ്റ്? ഞാൻ കണ്ട അഡ്വക്കേറ്റുകളൊക്കെ അല്ലെങ്കിൽ വക്കീലന്മാരൊക്കെ കോർട്ടിലാണ് ഇരിക്കുക, അല്ലെങ്കിൽ കോർട്ടിൻ്റെ അടുത്താണ് ഇരിക്കുക. സോ ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു ഇന്ത്യയിലുള്ള ഒരു ലീഡിങ് ലോ ഫേമിൽ അസോസിയേറ്റഡ് ആണ്, ട്രൈ ലീഗൽ. ലോ ഫേംസ് ജനറലി ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ലോ ഫേമിൽ അസോസിയേറ്റഡ് ആയി കഴിഞ്ഞാൽ ചെയ്യുന്നത്, ലോ ഫേം ഇൻ ദെയർ കപ്പാസിറ്റി അഡ്വൈസ് ക്ലയൻസ്. സോ അവിടെ നമ്മുടെ ക്ലയൻസ് ആയിട്ട് അറ്റ് ദിസ് പോയിന്റ് ഇന്ത്യയിലൊരു ലീഡിങ് ലോ ഫേം ആയതുകൊണ്ട് തന്നെ ലാർജ് MNCs, ഇന്ത്യയിലുള്ള ഏത് ബിഗ് ഡീൽസ്, ടോപ്പ് 5 ഡീൽസ് എടുത്തു പോയി കഴിഞ്ഞാലും നമ്മുടെ ഫേം അതിലൊരു സൈഡിലുണ്ട്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ബിഗ് 5 എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ഓഡിറ്റ് ഫേംസ് പോലെ അവരാണ് ബിഗ് 5 ഫേംസിൽ വരിക. ലോ ഫേംസ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് Tier 1 ലോ ഫേംസ് വരും. അങ്ങനെ ലോ ഫേമിലാണ് ഞാൻ കറൻ്റ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. ഓ അത് ശരി. അപ്പോൾ നിങ്ങൾ സ്യൂട്ട്സ് പറഞ്ഞൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, ആ പരിപാടിയാണ് നിങ്ങൾക്ക്? എക്സാക്ട്ലി, ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ്. ഓ, ഹാർവി സ്പെക്ടർ ആൻഡ് മൈക്രോസ്. യെസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസ്, അടിപൊളി സീരീസ് ആണ്. ഇറ്റ് ചേഞ്ച്ഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ മീ. ആ ഒരു സീരീസ്, ഹൗ ഡു യു, ഈ ലെവറേജ് എന്ന സാധനം അതിൻ്റെ അകത്ത് വളരെ എന്താ പറയുക, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ അകത്ത് എനിക്ക് യു ഓവ് മീ വൺ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു യു ഓവ് മീ വൺ ഫോർ ദിസ് പോഡ്കാസ്റ്റ്. അപ്പോൾ എനിവേസ്, അപ്പം ബേസിക്കലി കോർപ്പറേറ്റ്, അതായത് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ചെയ്യുക അല്ലേ? കോർപ്പറേറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ എന്ന് വേണേൽ ഇൻ ജനറൽ പറയാം. അതായത് കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കമ്പനികൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. സോ ഒന്നും കൂടി ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു അടിപിടി ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ടായി, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു അഡ്വക്കേറ്റിനെ റീച്ച് ഔട്ട് ചെയ്ത് നിങ്ങൾ കോടതിയിലോട്ട് പോകും. അതെ. നാളെ നിങ്ങളൊരു കമ്പനിയിൽ തുടങ്ങും, ഈ കമ്പനി ഇറ്റ്സെൽഫ് ഇസ് എൻ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി. ആ കമ്പനിക്ക് A to Z എന്ത് ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു റീച്ച് ഔട്ട് ടു എ കോർപ്പറേറ്റ് ലോയർ. നൗ നമ്മുടെ കാലം അത്രയും അഡ്വാൻസ്ഡ് ആയി, എല്ലാ മേഖലയിലും അത്രയും നീഷ് ആയിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ട്. സോ അതിലൊരു എക്സ്പെർട്ടൈസ് ചൂസ് ചെയ്തേക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ലോയിൽ തന്നെ കോർപ്പറേറ്റ് ലോ ട്രാൻസാക്ഷൻസ്, M&A ട്രാൻസാക്ഷൻ. സോ എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് VC, PE, M&A ആണ് സോ ഫാർ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കൈൻഡ് ഓഫ് അഡ്വൈസറിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? സോ അതിന് ഒന്നും കൂടി ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി എനിക്ക് ഈസിലി പറഞ്ഞുതരാൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ഡീൽ സൈക്കിൾ എന്നുള്ളതാണ്. അപ്പം ഒരു യൂഷ്വൽ സ്റ്റാർട്ടപ്പ് ഡീലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, സ്റ്റാർട്ടപ്പ് ഡീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഇൻവെസ്റ്റർ ഓർ ദാറ്റ് ഫൗണ്ടർ, ദേ റീച്ച് ഔട്ട് ടു ഈദർ ഓഫ് ദം. ദെൻ അവിടെ ഒരു പൊട്ടൻഷ്യൽ കോൺവെർസേഷൻ നടക്കുന്നു. ഒരു ഫൗണ്ടറാണ് ഫണ്ട് റൈസിന് വേണ്ടി ഇൻവെസ്റ്ററുടെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ, ഫൗണ്ടർ ആ കമ്പനി ഇൻവെസ്റ്ററിന് ഒരു പിച്ച് ഡെക്ക് പ്രിപ്പയർ ചെയ്ത് അവരുടെ അടുത്ത് പോയി അവരുടെ പ്രൊപ്പോസൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനാണ് പിച്ചിങ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ എല്ലാവർക്കും ഈ ഒരു മൊത്തം പ്രോസസ്സ് ഫെമിലിയർ ആവുന്നത്, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് ഫെമിലിയർ ആവുക നമ്മുടെ ഷാർക്ക് ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ. അത് പിച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു VC ഫണ്ട് ഉണ്ടാവും. ആ VC അല്ലെങ്കിൽ PE ഫണ്ട്, അതാണ് ബേസിക്കലി ഇൻവെസ്റ്റർ. അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അവരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് നിങ്ങളുടെ പ്രപ്പോസൽ പിച്ച് ചെയ്ത്, നിങ്ങളുടെ കമ്പനി എന്താണ്, നിങ്ങളുടെ കമ്പനി എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫണ്ട് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ പ്രൊജക്ഷൻസ് എന്താണ്, നിങ്ങൾ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു പിച്ച് ഡെക്ക് പ്രിപ്പയർ ചെയ്ത് അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് ഒരു കൊമേഴ്ഷ്യൽ അറേഞ്ച്മെന്റിലെത്തും. അതായത് ഓക്കെ, നമ്മൾ മേ ബി ഇമ്മീഡിയറ്റ്ലി ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. മേ ബി ആഫ്റ്റർ ദാറ്റ് കോൺവെർസേഷൻ ദേ മൈറ്റ് ഗെറ്റ് ഇൻ എ ഫോം ഓഫ് ടേം ഷീറ്റ്. സോ അതാണ് ഫസ്റ്റ് ഡോക്യുമെന്റേഷൻ. അതായത് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അവരൊരു നോൺ ബൈൻഡിങ് ടേം ഷീറ്റ് കൊടുക്കും. നോൺ ബൈൻഡിങ് എന്ന് പറയാൻ കാരണം, ടേം ഷീറ്റ് കിട്ടിയ ഉടനെ തന്നെ, അല്ലെങ്കിൽ ടേം ഷീറ്റ് കിട്ടി അത് സൈൻ ചെയ്ത് ഉടനെ തന്നെ ഓക്കെ ഈ ഇൻവെസ്റ്റർ എനിക്ക് സൈൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനുശേഷം ഒരു ടേം ഷീറ്റ് വരുമ്പോൾ തൊട്ടിട്ട് ലോയേഴ്സിനെ അവർ അപ്രോച്ച് ചെയ്യും. ഒരു ഇൻവെസ്റ്റർ ആണ്. ടേം ഷീറ്റിന് മുമ്പ് തന്നെ ലോയേഴ്സ് ഉണ്ടാവോ? അല്ലെങ്കിൽ ഇല്ല, യൂഷ്വലി ടേം ഷീറ്റിന് മുന്നേ ലോയേഴ്സ് ഉണ്ടാവില്ല. കാരണം ടേം ഷീറ്റ് സ്റ്റേജ് തൊട്ടിട്ടാണ് ലോയേഴ്സ് ജനറലി അഡ്വൈസ്. എന്താണ് ടേം ഷീറ്റ്? ടേം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഇറ്റ്സ് എ സമ്മറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടേംസ്. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു കമ്പനിയാണ് ഇൻവെസ്റ്ററുടെ അടുത്ത് പോയിട്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ ഓക്കെ ഡിസ്കഷന് ശേഷം പറയും നിങ്ങളുടെ വാല്യുവേഷൻ. ഒരു ടേം ഷീറ്റിലെ കീ ടേംസ് എന്ന് പറയുന്നത് ഒന്ന് പാർട്ടീസ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ. എത്രയാണ് പ്രീ മണി വാല്യുവേഷൻ? അതായത് പ്രീ മണി എക്സാക്ട്ലി. അതായത് നിങ്ങളുടെ കമ്പനി, അതാണ് ആ കമ്പനിയുടെ ആസ് ഓഫ് ദാറ്റ് ഡേറ്റ് എന്താണ് വാല്യുവേഷൻ, പ്രീ മണി വാല്യുവേഷൻ.
പ്രീ മണി വാല്യുവേഷൻ ദെൻ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. എന്താണ് ക്രൂഷ്യലാന്ന് ദെൻ മോസ്റ്റ് ടേം ഷീറ്റ്സിൽ പെർ ഷെയർ പ്രൈസ് അതും മെൻഷൻ ചെയ്യാറുണ്ട്. അതായത് നിങ്ങളുടെ ആ കമ്പനിയുടെ പെർ ഷെയർ എത്രയാണ് പ്രൈസ്, ഈ ഇൻവെസ്റ്റർ വാല്യൂ. അതിനുശേഷമാണ് ആക്ച്വലി ലോയേഴ്സിന്, കാരണം ഇതൊക്കെ കൊമേഴ്ഷ്യൽ ടേംസ് ആണ്. കാരണം ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വാല്യുവേഷൻ എത്രയാണ്, പ്രീ മണി എത്രയാണ്, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് ഡയറക്റ്റ് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഇൻവെസ്റ്റർ തിരിച്ചു പോയിട്ട് ഇതെല്ലാം ഞാൻ കാണുന്ന വാല്യുവേഷൻ, എൻ്റെ വാല്യുവേഷൻ ജസ്റ്റിഫിക്കേഷൻ ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് അതിനാണ് നിങ്ങൾക്ക് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഡൊമൈൻ ഓഫ് പ്രൊഫഷണൽസിനെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു ഡീലിൽ ലൂപ്പിൻ ചെയ്യുന്നത്. അതായത് ബേസിക്കലി ടേം ഷീറ്റ് സംസാരിക്കുക ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ത്രൂ ആണോ? ടേം ഷീറ്റ് മൊത്തത്തിലല്ല, കാരണം ടേം ഷീറ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഇനീഷ്യൽ ഫസ്റ്റ് 2-3 ടേംസ് മാത്രമേ കൊമേഴ്ഷ്യൽ ടേംസ് ഉണ്ടാവുള്ളൂ. ബാക്കി എൻറ്റയർ ടേംസ് എന്ന് പറയുന്നത് ലീഗൽ അല്ലെങ്കിൽ ഒന്നും കൂടി കൊമേഴ്ഷ്യൽ ടേംസ് അല്ല. അത് നിങ്ങളുടെ റൈറ്റ്സ് എന്താണ്, നിങ്ങളുടെ ഒബ്ലിഗേഷൻസ് എന്താണ്, ഒരു എൻറ്റയർ നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നതോടുകൂടി ആ ഇൻവെസ്റ്റർക്ക് എന്ത് കൊടുക്കുന്നു, ഇൻവെസ്റ്ററുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒബ്ലിഗേഷൻ ഉണ്ട്, അതൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സമ്മറിയാണ് ശരിക്കും പറഞ്ഞാൽ ടേം ഷീറ്റ്. ഈ ടേം ഷീറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് വരുമ്പോഴും ഇൻവെസ്റ്റേഴ്സ് ജനറലി കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഓക്കെ ടേം ഷീറ്റ് കിട്ടി, ഓക്കെ ദാറ്റ് മീൻസ് ഇൻവെസ്റ്റർ ഇസ് ഇൻട്രസ്റ്റഡ്, ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്, നൗ ദാറ്റ് ഐ വിൽ ഇമ്മീഡിയറ്റ്ലി സൈൻ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ജനറലി ഫൗണ്ടേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എൻ്റെ പ്രാക്ടീസിൽ കണ്ടേക്കുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, ദ മൊമെന്റ് ടേം ഷീറ്റ് കിട്ടുമ്പോഴേക്കും ആകെ എക്സൈറ്റഡ് ആവും ഫൗണ്ടേഴ്സ്. ഓക്കെ ഇൻവെസ്റ്ററിന് കമ്മിറ്റ്മെന്റ് കിട്ടി, ഇമ്മീഡിയറ്റ്ലി സൈൻ ചെയ്യും. ഇനി ഇൻ കേസ് ലോയേഴ്സിന് റീച്ച് ഔട്ട് ചെയ്യാൻ തന്നെ, ട്രാൻസാക്ഷൻ ലോയേഴ്സിന് റീച്ച് ഔട്ട് ചെയ്യാൻ തന്നെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മളൊരു ഫൗണ്ടറിനെയാണ് അല്ലെങ്കിൽ ഒരു കമ്പനിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യൂഷ്വലി കാണുന്ന ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അവർ വല്ലാത്തൊരു പാനിക് ഹറി ആയിരിക്കും. ഓ പെട്ടെന്ന് സൈൻ ചെയ്യണം, പെട്ടെന്ന് സൈൻ, പെട്ടെന്ന് വേണമല്ലോ. എക്സാക്ട്ലി. അപ്പം നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കാരണം ഇനി സബ്സിക്വന്റ് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വാല്യുവേഷൻ കഴിഞ്ഞു, നമ്പർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കഴിഞ്ഞു, ദെൻ സ്റ്റാർട്ടിങ് ഫ്രം ബോർഡ് കോമ്പോസിഷൻ ഫസ്റ്റ് വൺ. നിങ്ങളുടെ ഈ ഡീല് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലോട്ട് ഇൻവെസ്റ്റർ തരുന്ന ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എത്ര, ഓഫ് കോഴ്സ് വാല്യുവേഷന് ശേഷം ഇൻവെസ്റ്റ്മെന്റിന് ശേഷം ഇവരുടെ എത്ര പെർസെൻറ്റേജ് സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നുള്ളതും അവിടെ ക്യാപ്ചർ ചെയ്യും. ഇനി അതിനുശേഷമാണ് ബോർഡ് കോമ്പോസിഷൻ. ഈ ബോർഡ് കോമ്പോസിഷനിൽ അവർ പറയുക ആസ് ഓഫ് ഡേറ്റ് കമ്പനിയിൽ ഇപ്പോൾ ഇത്ര, നമ്മളൊരു ഏർലി സ്റ്റേജ് കമ്പനിയാണെങ്കിൽ ചിലപ്പോൾ 2 ഫൗണ്ടേഴ്സ് മാത്രമായിരിക്കും ബോർഡിൽ ഉണ്ടാവുക, മിനിമം റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ ഇൻവെസ്റ്റർ വരുമ്പം ഇൻവെസ്റ്റർ ഡിപ്പെൻഡിങ് ഓൺ എത്ര ഇൻവെസ്റ്റ്മെന്റ് എത്ര സ്റ്റേക്ക് അവർ അക്വയർ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ ബോർഡ് സീറ്റ് ചോദിച്ചേക്കാം. നമ്മളുടെ കമ്പനിയിലെ ബോർഡിൽ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇക്വിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. നെക്സ്റ്റ് ലെവലിൽ പോയിട്ട് നിങ്ങൾ അവർക്ക് ബോർഡ് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ തോട്ട്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും ബൈ ഡിഫോൾട്ട് ഒരാൾ 10% അല്ലെങ്കിൽ 10% is a big number actually. You can definitely consider giving them a board seat. പക്ഷെ ഒരു ഏർലി സ്റ്റേജിൽ you should never easily consider it as a default option or default right that they are getting. നിർബന്ധമൊന്നുമില്ല, ഒരിക്കലുമില്ല. കാരണം അതിന് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇൻഫാക്ട് ഇൻവെസ്റ്റേഴ്സ് നിങ്ങളോട് ആ ടേം ഷീറ്റിൽ പറയണം, നമുക്ക് നിങ്ങളുടെ ബോർഡിൽ ഇപ്പോൾ കറന്റ് 2 ആൾക്കാരാണ്, നമ്മൾ ഒരാൾ അപ്പോയിന്റ് ചെയ്യും, അപ്പം ടോട്ടൽ നമ്പർ 3 ആയി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇഷ്യൂ അല്ല. കാരണം എന്തുകൊണ്ടാണ് ബോർഡ് എപ്പോഴും ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിസിഷൻസ് ആസ് പെർ കമ്പനി ലോ ഒക്കെ മെജോറിറ്റിയിലാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ബോർഡ് മെമ്പർ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളെടുക്കുന്ന എല്ലാ ബോർഡ് മീറ്റിംഗിലും നിങ്ങളെടുക്കുന്ന എല്ലാ ബോർഡ് ഡിസിഷൻസിലും ഇവരവിടെ മെമ്പർ ആയിരിക്കും. ഇവർക്ക് ഇവരുടെ ഒപ്പോസിഷൻസ് രേഖപ്പെടുത്താം. SHA സൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് ആയിട്ടല്ല, നിങ്ങളൊരു ഡ്രാഫ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് ആയിരിക്കരുത് നിങ്ങൾ ലോയേഴ്സിനെ അപ്രോച്ച് ചെയ്യണമെന്ന് എൻ്റെ അഡ്വൈസ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോടും കമ്പനീസിനോടും. കാരണം ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഒരുപക്ഷെ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ അധികം സംസാരിക്കേണ്ടി വരില്ല. കാരണം ഇൻവെസ്റ്റേഴ്സ് ഓൾവേസ് കംസ് അപ്പ് വിത്ത് എ പ്രോപ്പർ ഫുൾ ഫ്ലെഡ്ജഡ് പ്രൊഫഷണൽസ് ആയിട്ടാണ് അവർ വരുന്നത്. അവരൊരു കമ്പനിയിലോട്ട് റിസ്ക് ആയിട്ട് ബെറ്റ് ചെയ്യുമ്പം അവരവരുടെ എല്ലാ സൈഡും ആം ചെയ്യും. അവർക്ക് പ്രോപ്പർ CA ഉണ്ടാവും. ഒരുപക്ഷെ ഇന്ത്യയിലെ ബിഗ് 5 ഫേം ആയിരിക്കാം. ഒരു ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു CA ഫേം ആയിരിക്കാം. പ്രോപ്പർ ലോ ഫേം ഉണ്ടാവും. ഇറ്റ് വോണ്ട് നെവർ ബി എ സിംഗിൾ ലോയർ. മെഷീനറി ആയിട്ടാണ്. എക്സാക്ട്ലി. അപ്പം അതിനെ നിങ്ങൾ ബാറ്റിൽ ചെയ്യുമ്പം നിങ്ങൾ അതിനനുസരിച്ച് ആമപ്പ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് ഓക്കെ ടേം ഷീറ്റിനൊരു ലോയറിന് ഇത്ര കോസ്റ്റ് ഉണ്ടാവും, വെറുതെ എന്തിനാ, അത് നമുക്ക് തന്നെ സൈൻ ചെയ്യാം, അവരതൊക്കെ SHAയിൽ എഴുതുന്നു വിചാരിച്ച് നിങ്ങൾ പോകരുത്. കാരണം അതാണ് ഫസ്റ്റ് റിസ്ക്. നിങ്ങൾ എന്താണോ ടേം ഷീറ്റിൽ സൈൻ ചെയ്തത് അതിലൊരു പടി താഴോട്ട് പോകില്ല നിങ്ങളുടെ SHAയിൽ, മുകളിലേക്ക് എത്ര വേണേ പോവാം. അതൊക്കെ ഒരു നമ്മൾ ലോയേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വേർഡ്സ് ആയിട്ട് പ്ലേ ചെയ്യുക എന്നുള്ളത്.
കോടതി പോകുന്ന അഡ്വക്കേറ്റ്സിന് അവിടെ കോടതിയിൽ പോയി സംസാരിക്കാനാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലോയറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നെഗോഷിയേഷൻസിൽ ആർഗ്യൂ ചെയ്യാം. പക്ഷെ അതിന് ഫസ്റ്റ് നമ്മൾ ബേസ് ഉണ്ടാക്കുക, നമ്മൾ ഈ ഡോക്യുമെന്റേഷൻസ് ഒരു ലൂപ്പ് ഹോൾ ഇല്ലാതെ കാര്യങ്ങളെ അഡ്രസ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം ഈ ടേം ഷീറ്റിലോട്ട് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ബോർഡ് സീറ്റ്, നമ്മൾ ബോർഡ് സീറ്റ് ഡിസ്കസ്. ഈ ബോർഡ് സീറ്റിൽ ഒരു ഇൻവെസ്റ്റർ അടുത്ത് അത്രയും അവർക്കൊരു ആഗ്രഹം, അവർക്കൊരു എന്താ പറയുക, അവർക്കത് വേണം എന്നുള്ള സ്ട്രോങ് പുഷ് ഉണ്ടെങ്കിൽ യൂഷ്വലി ഫൗണ്ടേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒബ്സർവർ എന്ന് പറഞ്ഞ ഒരു കോൺസ്ട്രക്ട് ഉണ്ട്. അതായത് ഇന്ത്യയിലെ ലോ പ്രകാരം അതൊരു റെക്കഗ്നൈസ്ഡ് അല്ല, പക്ഷെ എവിടെയും അത് എന്തല്ല റെസ്ട്രിക്റ്റഡ് അല്ല. യൂഷ്വലി US YC ഡീൽസ് അല്ലെങ്കിൽ നമ്മുടെ സിലിക്കൺ വാലി ഡീൽസ് ഒക്കെ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൈവറ്റ് ഇക്വിറ്റി വെഞ്ചർ ക്യാപിറ്റൽ ഡീൽസിൻ്റെയും പ്ലേ ബുക്ക് എന്ന് പറയുന്നത് ഇതും എവിടെ എഴുതി വെച്ച കാര്യങ്ങളല്ല, പക്ഷേ ഇതൊരു പ്രാക്ടീസ് പ്ലേ ബുക്ക് എന്ന് പറയുന്നത് US ഡീൽസ്, ആ ഡീൽസ് എന്നാണ് നമ്മൾ ഇത് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത്. നൗ അവിടുന്ന് വന്ന ഒരു കോൺസ്ട്രക്ട് തന്നെയാണ് ഒബ്സർവർ ഡീൽ, ഒബ്സർവർ സീറ്റ് എന്ന് പറയുന്നത്. ഒബ്സർവർ സീറ്റ് ബേസിക്കലി അവർ ടെക്നിക്കലി നിങ്ങളുടെ ഒരു ബോർഡ് മെമ്പറോ നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ എവിടെയും നിങ്ങളുടെ ഫയലിങ്സിലൊന്നും ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ വിൽ ബി ഗിവിംഗ് എ കോൺട്രാക്ച്വൽ റൈറ്റ്. ഒരു ഇൻഡിവിജ്വലിന്, ഈ ഇൻവെസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിന് നിങ്ങളുടെ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒബ്സർവർ ആയിട്ട് അവിടെ വരാം. അവർക്ക് നിങ്ങളുടെ കമ്പനി എല്ലാ പ്രാവശ്യവും ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോഴും അതിന് നോട്ടീസ് അവർക്ക് അയച്ചോളൂ. ഇതൊക്കെ കോൺട്രാക്ച്വൽ റൈറ്റ് ആണ്, ഇത് ലീഗൽ റൈറ്റ് അല്ല. പക്ഷെ കോൺട്രാക്ച്വലി നിങ്ങൾ എഗ്രി ചെയ്യണം. ഓക്കെ, നമുക്ക് ബോർഡ് വേണ്ട, ബോർഡ് സീറ്റ് വേണ്ട, കാരണം ബോർഡ് തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം, നിങ്ങൾക്ക് പറയണം നമുക്ക് നെക്സ്റ്റ് റൗണ്ട് റേസ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റർ വെയിറ്റ്, ഇൻവെസ്റ്റർ ബോർഡിലുണ്ടെങ്കിൽ അതാണ് ഒരു ചാലഞ്ച്. ഇൻവെസ്റ്റർ ബോർഡിലുണ്ടെങ്കിൽ ഡേ ടു ഡേ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെയുള്ള ഡിസിഷൻസ് വരുമ്പം ബോർഡിൽ ഇമ്മീഡിയറ്റ്ലി ബോർഡിൽ തന്നെ ഫസ്റ്റ് റിജക്ഷൻ വരിക എന്നാണ് നമുക്ക് ഭയങ്കര ഫ്രിക്ഷൻ ആയിരിക്കും. സോ ബോർഡ് അംഗീകരിക്കാതെ നമുക്ക് അടുത്ത റൗണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ അഗെയിൻ ഇപ്പോൾ രണ്ട് ഫൗണ്ടേഴ്സും ഒരു ഇൻവെസ്റ്ററും വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് ഹാസ് മോർ വെയിറ്റേജ്, റൈറ്റ്? യെസ്, അവർ മെജോറിറ്റി വെച്ചത് പാസ് ചെയ്യും, പക്ഷെ ആ ഒരു ഫ്രിക്ഷൻ അവിടെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇതൊക്കെ സബ്സിക്വന്റ് ഇതിന് റൈറ്റ്സും കാര്യങ്ങളും ലൂബ്ഡിൻ ആണ്. കാരണം നമ്മുടെ SHL നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇനിയും റൈറ്റ്സ്, ഇൻഫോർമേഷൻ റൈറ്റ്സ് ഉണ്ട്. ഇവരോട് നമ്മൾ അഫോർമേറ്റീവ് വോട്ടിംഗ് റൈറ്റ്സ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ ലൂബ്ഡിൻ ആണ്, എല്ലാം ടാങ്കിൾഡ് ആണ്. നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഒരു സാധനം ഫൗണ്ടറായിട്ട് നിങ്ങൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എൻറ്റയർ ഡോക്യുമെന്റ് ഫൗണ്ടർ ഫ്രണ്ട്ലി ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനാണ് യൂഷ്വലി അവരുടെ ലോയേഴ്സ് ശ്രമിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട്, സോറി. അപ്പം ഒരു ഫൗണ്ടർ ലോയർ എന്ന് പറയുന്നത് കമ്പനി ലോയറാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട്. ആസ് എ കോർപ്പറേറ്റ് ചാലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫോർ എ കോർപ്പറേറ്റ് ലോയർ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ലോയർ എന്ന് പറയുന്നത്. കാരണം ഈ ഓരോ പ്രോസസ്സിലും ഫൗണ്ടറിനെ ഇൻവെസ്റ്ററുടെ മുന്നിൽ ഡിഫെൻഡ് ചെയ്യുക. അതായത് ഓക്കെ, നിങ്ങൾക്ക് ബോർഡ് സീറ്റ് നിർബന്ധമാണെങ്കിൽ ബോർഡ് സീറ്റ് തരാൻ പറ്റില്ല, കാരണം ഇത്രയും ചെറിയ ഇൻവെസ്റ്റ്, ഫോർ ഇൻസ്റ്റൻസ് ഒരു 2% സ്റ്റേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്, ഏർലി സ്റ്റേജ് ആണ്, പ്രീ സീഡ് സ്റ്റേജിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബോർഡ് സീറ്റ് എടുക്കാൻ നിങ്ങൾ തൽക്കാലം ഒബ്സർവർ സീറ്റ് എടുത്തോളൂ. ഇനി അത്രയും നിർബന്ധമാണെങ്കിൽ അവരോട് പറയാം ഓക്കെ, ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പം ബോർഡ് സീറ്റ് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ 2% ആണെങ്കിൽ 2% ബോർഡ് വേണമെന്നാണ് നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ 2% ബോർഡ് സീറ്റ് എടുത്തോളൂ. നിങ്ങൾ എത്രത്തോളം കാലം നിങ്ങൾക്ക് 2% മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത്രത്തോളം കാലം നിങ്ങൾ ബോർഡിലുണ്ടാവും. ദ മൊമെന്റ് യു ഗോ ഡൗൺ ടു 1.9 യു വിൽ ലൂസ് ദാറ്റ് സീറ്റ്. ഇങ്ങനൊക്കെ നമുക്ക് ചെയ്തു വെക്കാം. എക്സാക്ട്ലി, ഇതൊക്കെ ചെയ്യാം. അതായത് അടുത്ത റൗണ്ട് റേസ് ചെയ്യുമ്പോൾ എന്തായാലും അത് ഡൈല്യൂഷൻ ഉണ്ടാവും. കാരണം അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റർ ഈ ഒരു റൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടും പ്രിയംറ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു നെക്സ്റ്റ് കോളമാണ്. അതായത് ബോർഡ് സീറ്റിന്റെ കോമ്പസിഷൻ നിങ്ങളുടെ ടേം ഷീറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വരുന്നത് നെക്സ്റ്റ് ബക്കറ്റ് എന്ന് പറയുന്നത് ഈ ബോർഡ് സീറ്റിന്റെ ബക്കറ്റിൽ തന്നെ യൂഷ്വലി നമ്മൾ പറയാറ് മാനേജ്മെന്റ്, കമ്പനി മാനേജ്മെന്റ് എന്നുള്ള ഒരു എൻറ്റയർ ബക്കറ്റിലാണ് ഈ ഒരു റൈറ്റ്സ് വരുന്നത്. ബോർഡ് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഫോർമേറ്റീവ് വോട്ടിംഗ് റൈറ്റ്സ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, എപ്പോഴും ഫൗണ്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ടേം ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ് അഫോർമേറ്റീവ് വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് മാറ്റേഴ്സ് ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ നെക്സ്റ്റ് റൗണ്ട് റേസ് ചെയ്യുന്നു, നിങ്ങളുടെ കമ്പനി ലോൺ എടുക്കുന്നു, നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു അസറ്റ് അക്വയർ ചെയ്യണം, നിങ്ങളുടെ കമ്പനി ഒരു IP വാങ്ങണം, അങ്ങനെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സെറ്റ് ഓഫ് ലിസ്റ്റാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ഉള്ള മാറ്റേഴ്സ് നിങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾ ഫസ്റ്റ് പോയിട്ട് ഇൻവെസ്റ്റർ അടുത്ത് പ്രയർ പെർമിഷൻ വാങ്ങണം. അത് ബോർഡ് സീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ റൈറ്റ് അവർക്ക് ഇൻവെസ്റ്ററിന് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്ററിനോട് ഫസ്റ്റ് പോയി ചോദിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാണ് AVM റൈറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഫൗണ്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ടേം ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ടേം ഷീറ്റിൽ ഞാൻ യൂഷ്വലി കണ്ട മാർക്കറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ വിൽ ബി എൻറ്റൈറ്റിൽഡ് വിത്ത് AVM റൈറ്റ്സ്. അപ്പം ഒരു നല്ലൊരു ഫൗണ്ടർ ഫ്രണ്ട്ലി ടേം ഷീറ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ പറയണം എന്താണ് ഇൻ ജനറൽ എന്താണെന്നുള്ളത് അവിടെ പോയിന്റ് ഔട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ഒരു ടേം ഷീറ്റ്
നിങ്ങൾ സൈൻ ചെയ്താൽ അതിലൊന്നും കുറയാൻ സാധ്യതയില്ല, കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ലോയേഴ്സ്, ഇൻവെസ്റ്റർ ലോയർ യൂഷ്വലി അവിടെ എഴുതാൻ പോകുന്നത് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റർ റൈറ്റ്സ് എന്നായിരിക്കും. വാട്ട് ഈസ് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ചോദിക്കണം, എന്താണെന്ന് ചോദിക്കണം. അത് ചോദിക്കുന്നതിലുപരി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടർ ലോയറിന് അല്ലെങ്കിൽ ഒരു കമ്പനി റെപ്രസെന്റ് ചെയ്യുന്ന ലോയറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യണം. നിങ്ങളവിടെ പോയിന്റ് ഔട്ട് ചെയ്യുക ഏതൊക്കെയാണ് റൈറ്റ്സ്, ജനറലി അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് ലിസ്റ്റ് കൊടുക്കുക. ഇത് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റിൽ ഈ റൈറ്റ്സ് ഒക്കെ ടേം ഷീറ്റ് ബേസിക്കലി സ്ട്രക്ചർ എന്ന് വെച്ചാൽ ടേം ഷീറ്റ് സൈൻ ചെയ്യുന്നതോടുകൂടി ഡ്രാഫ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് നിങ്ങൾക്ക് തരും. എങ്ങനെ, ഇതായിരിക്കും ബ്ലൂ പ്രിന്റ്. ഓക്കെ, ഇതാണ് ഗൈഡിങ് പോയിന്റ്സ്. ഇത് വെച്ചിട്ട് നിങ്ങളൊരു ഡീറ്റെയിൽഡ് 100 പേജർ ഓർ 100-200 പേജർ ഷെയർ ഹോൾഡർ, അപ്പോൾ ഓരോ റൈറ്റ്സ് അത്ര അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, അത് ബ്രീച്ച് ചെയ്താൽ എന്താണ്, അത് ചെയ്യേണ്ട പ്രൊസീജിയർ, ഇതൊക്കെ ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പറയുന്നത് ലോയർ ഇല്ലാണ്ട് വഴിക്കേ പോകരുത്, ഒരിക്കലും ചെയ്യരുത്. ടേം ഷീറ്റ് തൊട്ട് നിങ്ങൾ ലോയറിനെ മസ്റ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യണം. കാരണം ഇനീഷ്യൽ നിങ്ങൾക്ക് ലോയറിനോട് പറയാം, നിങ്ങൾ നമ്മുടെ 3 കൊമേഴ്ഷ്യൽ, ഒരു ലോയറും ടച്ച് ചെയ്യില്ല യൂഷ്വലി. നിങ്ങളുടെ കൊമേഴ്ഷ്യൽ പോയിന്റ്സ് നമ്മൾ അവരോട് പറയും, ദിസ് ആർ കൊമേഴ്ഷ്യൽ പോയിന്റ്സ്, പ്ലീസ് കൺഫേം. പക്ഷെ ബാക്കിയുള്ള ഓരോ പോയിന്റ്സ്, കാരണം നിങ്ങൾക്ക് ഇനി മുന്നോട്ട് വരുന്ന ഓരോ ടേംസ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലേമാൻ ആയിട്ടുള്ള ഒരു ഫൗണ്ടറിന് ഒരിക്കലും അത് ഇമ്മീഡിയറ്റ്ലി ഈ നമ്മുടെ ChatGPT AI എറയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം കാര്യം എന്ന് പറയുന്നത് സെർച്ച് ചെയ്യാം, എന്താണെന്ന് മനസ്സിലായി. ഇൻഫാക്ട് അതൊരു വലിയ അഡ്വൈസും കൂടിയാണ് നമ്മുടെ സൈഡിൽ നിന്ന്. ഒരു കോർപ്പറേറ്റ് ലോയർ എന്നുള്ള സൈഡിൽ നമ്മുടെ അഡ്വൈസ് എന്ന് പറയുന്നത് ഓൾവേസ് ഡു യുവർ ഓൺ ഡ്യൂ ഡിലിജൻസ്, യുവർ ഓൺ പ്രിപ്പറേഷൻ ബിഫോർ യു റീച്ച് ഔട്ട് ടു, ബിഫോർ യു ഡു എനി ഡീൽസ്. അപ്പം വീണ്ടും നമ്മൾ ടേംസിലോട്ട് വരികയാണെങ്കിൽ ദെൻ ബോർഡ് സീറ്റ് AVM കഴിഞ്ഞു, ദെൻ ഇൻഫോർമേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ റൈറ്റ്. അതായത് ഇതൊന്നും കൂടി നിങ്ങൾ കമ്പനിക്ക് എന്തൊക്കെ ഇൻവെസ്റ്ററിന് നിങ്ങൾ എന്തൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കണം, ക്വാർട്ടർലി, മന്ത്ലി, ആനുവലി. അപ്പം ആ ഒരു നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ആനുവലി കൊടുക്കുക വിത്തിൻ 120 days ഓഫ് കംപ്ലീഷൻ ഓഫ് ഓൾ ദോസ് തിങ്സ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല. ടേം ഷീറ്റിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ വി വിൽ ബി പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ റൈറ്റ് സോ ആൻഡ് സോ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ റൈറ്റ് ടു ഇൻവെസ്റ്റർ. അവിടെ വലിയ കുഴപ്പമില്ല, കാരണം ഇൻഫോർമേഷൻ റൈറ്റ് അത് നമുക്ക് ലേറ്റർ ഓൺ നെഗോഷിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഫൗണ്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ടേം ഷീറ്റിൽ സമ്മറൈസ് ചെയ്തിരിക്കുന്ന ഏത് രീതിയിൽ നിന്നാണ്. കാരണം ഇൻവെസ്റ്റർ പിന്നെ ഒരു രീതിയിൽ ഇങ്ങനെയും നോക്കാം, നിങ്ങളുടെ ഇൻവെസ്റ്റർ എത്രമാത്രം നെഗോഷിയേഷൻ അമനബിൾ ആയിരിക്കും എന്നുള്ളതും ആദ്യം മനസ്സിലാക്കിയിട്ട് ആ ടേം ഷീറ്റ് സ്റ്റേജിൽ തന്നെ മനസ്സിലാവും അവരുടെ ഓപ്പോസിറ്റ് പാർട്ടി എത്ര ഇൻഡെപ്ത് ആയിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ എതിർക്കുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പുഷ് ചെയ്യാം. പിന്നുള്ളത് ഇൻസ്പെക്ഷൻ റൈറ്റ് ആണ്. ഇൻഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടേം പറയുന്ന പോലെ തന്നെ ഇൻവെസ്റ്ററിന് ഏത് സമയത്തും നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ട് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് ഇന്ത്യയിൽ തന്നെ ഉണ്ട്, വേൾഡിലുണ്ട്. സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ചില സമയത്ത് ഇൻ ജനറൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭാരത് പേ, അശ്നീർ ഗ്രോവർ, ഗോ മെക്കാനിക്. ഇവിടെ ഒരു കോമൺ അലിഗേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് കമ്പനി സ്കെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഫർദർ റേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എവിടേക്കോ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കുക്ക് ചെയ്തെന്ന് കോമൺ ടേം അതാണ്. അതായത് ഫ്രോഡുലൻ്റ്ലി അത് ഓൾട്ടർ ചെയ്തു, നമ്പേഴ്സ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചു. അപ്പം ഇങ്ങനെ ഇതൊരു അലിഗേഷൻ ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടായതാണ്. ഗോ മെക്കാനിക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ പൊട്ടൻഷ്യൽ ഇഷ്യൂസ് കാരണം ഇൻവെസ്റ്റേഴ്സിന് ഈ റൈറ്റ് വേണം. കാരണം അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. കാരണം അവർ അറ്റ് ദി എൻഡ് അവർ വരുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ ആയിട്ടാണ്. നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോണതിൻ്റെ മുമ്പ് നമ്മളിപ്പോൾ കുറേ സംസാരിച്ചു പോയി. ഐ വാണ്ട് ടു നോ അബൌട്ട് യു. എങ്ങനെയാണ് എവിടെ നിന്നാണ് പിന്നെ ഇജാസിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. ഞാൻ അണ്ടർ ഗ്രാജുവേഷൻ പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു. അവിടെ തന്നെ 3 years ലോ ചെയ്തു ഡൽഹി പൊളിറ്റിക്കൽ സയൻസ്. അതായത് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനായിരുന്നു അല്ല, ഞാൻ ഇനീഷ്യലി ഞാൻ സയൻസ് +2 വരെ സയൻസ് എടുത്ത് കോച്ചിങ്ങിനൊക്കെ പോയി. അതിനുശേഷം എനിക്ക് സിവിൽ സർവീസ് താല്പര്യം ഉണ്ടായിരുന്നു. അതെ, അത് ചെറുപ്പത്തൊട്ട് ഉള്ളിലെ ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത് അറിഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി. പക്ഷേ പ്രിപ്പറേഷൻ പോയി, പ്ലാനിങ് ഒക്കെ നടന്നു, നല്ലോണം നടക്കുന്നുണ്ടായി. അപ്പം പക്ഷെ പ്രിപ്പറേഷനിലോട്ട് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കാര്യമല്ല എന്നുള്ളത്. ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ലോയർ ആവുന്നു. ഐ എം ആക്സിഡൻ്റൽ ലോയർ ടു ബി ഓണസ്റ്റ്. ഞാൻ അവിടെ പോയി. പക്ഷെ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് കോർപ്പറേറ്റ് സെറ്റപ്പ് എന്നെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അതായത് ഒരു കോർപ്പറേറ്റ് എന്താ പറയുക, ഒരു ഫോം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ വർക്ക് ചെയ്യാന്നുള്ള നമ്മളിങ്ങനെ മൂവീസിലൊക്കെ കണ്ടിട്ടാവണം ആ ഒരു ഇൻസ്പിറേഷൻ. എൻ്റെ ഉള്ളിൽ ആ ഒരു ആസ്പിറേഷൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ ഞാൻ തന്നെ റിസർച്ച് ചെയ്തപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനി ആ സമയത്താണ് കോവിഡ് വന്നത്.
എൻ്റെ UG കഴിയാൻ നേരത്ത് കോവിഡ് വന്നു. കമ്പനി സെക്രട്ടറിഷിപ്പിന് പ്രിപ്പയർ ചെയ്തു. അപ്പം ഫസ്റ്റ് ലെവൽ ക്ലിയർ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ നാട്ടിൽ വന്നപ്പോഴാണ് ആഷിഖ്, നിങ്ങൾക്ക് അറിയാം ഡെഫിനറ്റ്ലി CS ആഷിഖിന്റെ ഇത് കണ്ടിട്ടാണ് നിങ്ങൾ ഇന്നെ അപ്രോച്ച് ചെയ്തത്. യെസ് ഡെഫിനറ്റ്ലി. ഞാൻ ആഷിഖ് അവരുടെ ഫേമിൽ ഇന്റേൺ ചെയ്തു. നാട്ടിൽ വന്ന് ഇന്റേൺ ചെയ്യല് കമ്പനി സെക്രട്ടറി അതിന്റെ ഇടയിലാണ് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പം അത് കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യാം. അതല്ലാതെ ഞാനിപ്പം ഇൻഡിവിജ്വലി എനിക്ക് പോയിട്ട് റീച്ച് ഔട്ട് ചെയ്ത് നമുക്ക് അവിടെ ഒരു കോഴ്സിന്റെ സ്ട്രക്ചറിലല്ലാതെ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്താണ് ഓൺലൈനിലും കാര്യങ്ങളിലൊക്കെ മനസ്സിലാക്കിയത് എപ്പോഴും CS + LLB എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് കോവിഡ് അല്ലേ, കാരണം കോവിഡിൽ നമുക്ക് എല്ലാം മൂൺലൈറ്റ് ചെയ്യാന്നുള്ള ഭയങ്കര ഓപ്ഷൻ ആയിരുന്നു. എല്ലാം വീട്ടിൽ നിന്ന്, അതായത് ഒരു ഫോണിൽ CS ക്ലാസ് തുടങ്ങുകയാണ്, മറ്റേ ഫോണിൽ അറ്റൻഡൻസ് ഇടാൻ LLBക്ക് ജോയിൻ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തു. പക്ഷേ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് കാര്യം മനസ്സിലായത് കോർപ്പറേറ്റ് ലോയർ എന്നുള്ളൊരു വലിയ മേഖലയുണ്ട്. അവിടെ തന്നെ സ്റ്റാർട്ടപ്പ്. അപ്പോഴേക്കും എൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് ഓൾമോസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്തു, എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഫിഗർ ഔട്ട് ചെയ്തു. എനിക്ക് കാര്യം മനസ്സിലായി, എനിക്ക് കമ്പനി സെക്രട്ടറി അല്ല, കോർപ്പറേറ്റ് ലോയർ ആവണം. സെക്കൻഡ് ഇയർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്, പക്ഷെ നിങ്ങൾ വീട്ടിലാണല്ലേ? കോവിഡിന്റെ സമയത്ത് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. LLB 3 ഇയേഴ്സും അവിടെ ജോയിൻ ചെയ്തു. 3 ഇയേഴ്സ് ഗ്രാജുവേഷൻ, ദെൻ 3 ഇയേഴ്സ് LLB. അതിൽ കമ്പനി സെക്രട്ടറി എപ്പോഴാണ് നിങ്ങൾ എടുക്കണേ? കോവിഡ്, അതായത് LLB സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു അഡ്മിഷനൊക്കെ ഡിലേഡ് ആയിരുന്നു. നമ്മുടെ അക്കാഡമിക് കലണ്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയല്ലോ. അപ്പോൾ ആ ഒരു ഡിലേ ഗ്യാപ്പിൽ ഞാൻ ആദ്യം കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ് ജോയിൻ ചെയ്തു. കോവിഡാണ്. LLBക്ക് അഡ്മിഷൻ കിട്ടി, എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു. LLBക്കും വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുകയാണ്. അപ്പോഴേക്കും കോവിഡൊക്കെ ഒന്ന് റിലാക്സ് ആയപ്പം നേരെ ആഷിഖ് സാർ അവിടെ വന്ന് ഇന്റേൺഷിപ്പ് ചെയ്തു. അങ്ങനെ അത് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് ഡൽഹിയിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇന്റേൺഷിപ്സ്, ദെൻ അവിടെ നിന്ന് ഒരു ബൊട്ടീക്ക് ലോ ഫേമിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. അതെൻ്റെ ഒരു കരിയറിൽ കഴിഞ്ഞപ്പോൾ തന്നെ അതെനിക്ക് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ എനിക്ക് അവരുടെ നിന്ന് ഓഫർ കിട്ടി. അപ്പം ഒരു ബൊട്ടീക്ക് ലോ ഫേമാണ്. അവരുടെ എല്ലാ ഡീൽസും 100% അവർ ചെയ്യുന്നത് സ്റ്റാർട്ടപ്സിനെ അഡ്വൈസ് ചെയ്യുക, സ്റ്റാർട്ടപ്സിനെ ഫൗണ്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യുക മെജോറിറ്റി. ദെൻ ഏർലി സ്റ്റേജ് മൈക്രോ VCs ഒരുപാടുണ്ട്, അവരെ അഡ്വൈസ് ചെയ്യുക, ഏഞ്ചൽ ഫണ്ടിങ് റൗണ്ട്സിനെ അഡ്വൈസ് ചെയ്യുക. അപ്പം എൻ്റെ കരിയറിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ആ ഇത് നമ്മുടെ ഒരു കോർപ്പറേറ്റ് ലോയർ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ലോയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫ് മോസ്റ്റ്ലി നമ്മുടെ ട്രാൻസാക്ഷൻസ് വർക്ക്സ് ഉണ്ടാവുക ഇതർ യു വിൽ ബി അറ്റ് ഇൻവെസ്റ്റർ സൈഡ്, അല്ലെങ്കിൽ ഒരു കമ്പനി സൈഡ്, ഫൗണ്ടറിന്റെ സൈഡ്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ, ഒരു M&A ട്രാൻസാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പർച്ചേസർ, സെല്ലർ, ഇങ്ങനെ ഈ ഒരു പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇൻവെസ്റ്റർ അല്ലെങ്കിൽ കമ്പനി തന്നെ ആയിരിക്കും ലാസ്റ്റ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്നെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ എക്സൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊരു ബൊട്ടീക്കായിരുന്നു. ഇപ്പം നമ്മുടെ എല്ലാ സ്ട്രക്ചറിലും ഉണ്ടാവും. എൻ്റെ കറൻ്റ്ലി ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫേം, നമ്മൾ ലേബർ ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രാക്ടീസ് സെഗ്മെന്റ്സ് ഉണ്ട്. ഒരു കോർപ്പറേറ്റ് ലോയറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ അവരെയാണ് റീച്ച് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ് ലോ ഫേം ആകുമ്പോൾ അല്ലെങ്കിൽ ഫുൾ സർവീസ് ലോ ഫേം ആകുമ്പോൾ അവിടെ ലേബർ ലോസിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ലോയർ ഉണ്ടാവും, IP ലോയർ ഉണ്ടാവും, അവിടെ ടാക്സ് ലോയർ ഉണ്ടാവും, അവിടെ നമ്മുടെ പോലെ M&A ലോയേഴ്സ് ഉണ്ടാവും. ഈ ഒരു എൻറ്റയർ സെഗ്മെന്റ്. അപ്പോൾ ഈ ഒരു ഫേമിനെ ഒരു വലിയൊരു ടോപ്പ് ക്ലയന്റിന് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡീലിന് വേണ്ടിയിട്ട് വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല ഫ്രം എ ലീഗൽ സ്റ്റാൻഡ് പോയിന്റ്. പക്ഷേ ബൊട്ടീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഈ ഒരു ടൈപ്പ് ഓഫ് ഡീൽസ് മാത്രമേ ചെയ്യുള്ളൂ. VC ഡീൽസ് മാത്രമേ അവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വെരി സ്മോൾ ലെവൽ M&A ഡീൽസ് മാത്രം ചെയ്യുന്നവരാണ് ബൊട്ടീക്ക്. അതൊരു ഹൈറാർക്കിയാണ് എവിടെയും ഉണ്ടാക്കി വെച്ച. പെർഫോമൻസ് മാർക്കറ്റിംഗ് മാത്രമേ ചെയ്യുള്ളൂ, SEO മാത്രമേ ചെയ്യുള്ളൂ, അതേപോലെ തന്നെ. അല്ലാതെ മൊത്തം നിങ്ങളുടെ എൻറ്റയർ ആ വേർട്ടിക്കൽ കവർ ചെയ്യുന്ന ഒരു ഫേം ആയിട്ട്, അല്ലാണ്ട് ഹാരിസ് ആൻഡ് കോ പോലെ ഫുൾ സ്റ്റാക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ല. അതെ, എക്സാക്ട്ലി. ഓക്കെ. അപ്പം അതാണ് അങ്ങനെ അവിടുന്ന് തുടങ്ങി. പിന്നെ ഒരു Tier 2 ഫേമിലേക്ക് വന്നു. ഇപ്പം ഞാൻ കറന്റ്ലി ഒരു അസോസിയേറ്റിൽ ഒരു Tier 1 ലോ ഫേമിലാണ്. ഓക്കെ. അപ്പം Tier 1, അപ്പം നിങ്ങൾ ആ ബൊട്ടീക്ക് ഏജൻസിയിൽ വർക്ക് ചെയ്തപ്പോൾ ഏതൊക്കെ ക്ലയൻസുമായിട്ടാണ് വർക്ക് ചെയ്തത്? ലൈക്ക് ബൊട്ടീക്ക് ലോ ഫേമിൽ ഞാൻ നോട്ടബിൾ ഡീൽസ് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ നമ്മുടെ ഷാർക്ക് ടാങ്കിൽ വന്നിരുന്ന ഒരു ട്രൈബൽ വേദ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ട്രൈബൽ വേദ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഇൻവെസ്റ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്ന ഒരു ആഗ്രി ടെക് ഇൻവെസ്റ്റർ ആയിരുന്നു. അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവരുടെ ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു അത്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തന്നൊരു ഡീലായിരുന്നു. അപ്പം ആഗ്രി ടെക് ഡീലായിരുന്നു. അവരുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഞാവൽപ്പഴം ഉണ്ടല്ലോ, ജാർഖണ്ഡ് ആ ഭാഗത്തായിരുന്നു അവരുടെ മെയിൻ ഡൊമൈൻ. ഈ ഞാവൽപ്പഴം അവർ പ്രൊക്യൂർ ചെയ്തിട്ട് അതിനെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ആക്കി, പ്രോട്ടീൻ ബേസ്ഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആയിരുന്നു ട്രൈബൽ വേദയുടെ ബിസിനസ്. ആ സമയത്ത് അവരുടെ ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു. ഞാൻ ലിറ്ററലി ഒരു ഫൗണ്ടർ എത്രമാത്രം ഫണ്ടിനെ
ഒരുപാട് ലെസൺസ് തന്നൊരു ഡീലായിരുന്നു. അതായത് നിങ്ങൾ എങ്ങനെ ഒരു ഡീലിനെ അപ്രോച്ച് ചെയ്തെന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു ഡീൽ. കാരണം ചെയ്യരുത്. കാരണം ഞാനൊരു ഇൻവെസ്റ്റർ സൈഡാണ്. പക്ഷെ ഞാൻ കാണുന്ന ഈ ഫൗണ്ടർ ആളൊരു ഭയങ്കര ഒരു നോർമൽ പേഴ്സൺ ആണ്. ഒരിക്കലും കൊമേഴ്ഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആളോ ഒന്നല്ല. അയാൾക്ക് ബിസിനസ് അറിയാം. അതുകൊണ്ടാണ് ഓഫ് കോഴ്സ് ഇൻവെസ്റ്ററോ അതെ ഇയാളുടെ ഒരു നേച്ചറിന് ഒരു റൂറൽ ഏരിയയിൽ നിന്ന് ഒരു Tier 4 സിറ്റിയിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലീഡിങ് അഗ്രി ടെക് കമ്പനി പുള്ളിയുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് അയാൾക്ക് ബിസിനസ്. ഷാർക്ക് ടാങ്ക് ഇൻവെസ്റ്റേഴ്സ് ആരായിരുന്നു? ഷാർക്ക് ടാങ്ക് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല ആരാ ചെക്ക് കൊടുത്തതെന്ന്. പക്ഷേ ഷാർക്ക് ടാങ്ക് വരുന്നത് നമ്മുടെ ഡീലിനൊക്കെ ശേഷമാണ്. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പുള്ളിനെ ആ സമയത്ത് അഡ്വൈസ് ചെയ്ത് നമ്മൾ യൂഷ്വലി ഡീലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ ഡീൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യും. നമുക്ക് പൈസ തരുന്ന നമ്മുടെ ക്ലയന്റ് ആണെങ്കിൽ നമ്മുടെ എൻഡ് ഗെയിം എന്ന് പറയുന്നത് ഈ ഡീൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അതൊരു ഡോക്യുമെന്റ് സൈൻ ചെയ്യുക, നെക്സ്റ്റ് കുറച്ച് ആഴ്ച കഴിഞ്ഞാൽ പൈസ അയാളുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനാണ് നമ്മൾ ഡീൽ ക്ലോസിംഗ് എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങളുടെ സെഗ്മെന്റിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ കമ്പനീനെ അവരുടെ ഫസ്റ്റ് ടൈം റേസ് ചെയ്യുമ്പം ഈ പുള്ളിക്ക് ടേം ഷീറ്റ് ഒന്നും പുള്ളി ആരെ കൊണ്ട് റെപ്രസെന്റ്, പുള്ളി ഒറ്റക്കായിരുന്നു കാര്യം. പുള്ളിന്റെ സൈഡിൽ നിന്ന് ലോയറേ ഉണ്ടായിട്ടില്ല. അത് ഭയങ്കര എന്നെ സർപ്രൈസ് ചെയ്യുന്നു. കാരണം പുള്ളി ഓരോ കാര്യങ്ങളും നമ്മളോട് സാർ ആപ്പ് കർ ദേക്കാം നമ്മളോട് റീച്ച് ഔട്ട് ചെയ്തിട്ട് സാർ പൈസ ഒന്ന് പെട്ടെന്ന് വേണം. എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 50 lakhs ആയിരുന്നു. പ്രീ സീഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. 50 lakhs ചെക്കാണ്. പുള്ളി എല്ലാ കാര്യങ്ങളും SHA നമ്മൾ അയച്ചു കൊടുത്തു. ടേം ഷീറ്റ് നമുക്ക് ഓൾറെഡി സൈൻ ചെയ്തിട്ടാണ് കിട്ടിയത്. നമ്മുടെ ഇൻവെസ്റ്റർ ജസ്റ്റ് ഒരു ബേസിക് കൺസേൺ. കാരണം ഓഫ് കോഴ്സ് ഓപ്പോസിഷൻ ഇല്ലല്ലോ. എപ്പോഴും ഇൻവെസ്റ്റർ ആണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുക. ഒരു ഓപ്പോസിഷനിൽ സൈൻ ചെയ്തു. ഇൻവെസ്റ്റർ ഹാപ്പി. ദെൻ അവിടെ നിന്ന് നമ്മൾ SHA സൈൻ ചെയ്യുന്നു. SHA സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തപ്പോൾ പുള്ളി വിത്തിൻ 1 day or 2 day പുള്ളി കൺഫേം ചെയ്തു. ഒരു ഒപ്പോസിഷനില്ല. പൈസ കിട്ടിയാൽ മതി. ഷോക്കിംഗ് ആയിരുന്നു. ഫൗണ്ടേഴ്സ് അങ്ങനെ ആയിരിക്കും നോർമലി, കാശ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഫൗണ്ടേഴ്സ് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു കമ്പനി ഒരിക്കലും ജനറലി നമ്മൾ പറയാറുള്ളത്, അതായത് നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഗെയിൻസിന് വേണ്ടി ഇൻവെസ്റ്ററുടെ അടുത്ത് ഫണ്ട് റേസ് ചെയ്യരുത്. കാരണം ഒരു ജനറൽ പെർസെപ്ഷൻ ആണ്, ഇത് മാറാം, ചിലവർ ഇതിന് മാറ്റി എഴുതിയിട്ടുണ്ടാവാം. വർക്കിംഗ് ക്യാപിറ്റലിന് നിങ്ങളുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. നാളെ ഇപ്പം അല്ലെങ്കിൽ 1 crore USD അല്ലെങ്കിൽ whatever 1 crore INR വെച്ച് നിങ്ങളുടെ പ്രീ മണി ഇപ്പം നിങ്ങൾ ഒരു ഇൻവെസ്റ്റർക്ക് ഒന്നും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ കമ്പനിയുടെ പൊട്ടൻഷ്യൽ എവിടെ എത്തും. കമ്പനി അത്രയും ഹൈ വാല്യുവേഷനിൽ പോകുമ്പോഴേക്കും ഈ ഏർലി സ്റ്റേജിൽ വന്ന ഇൻവെസ്റ്റർക്കുള്ള റൈറ്റ്സ് ഒക്കെ ആയിരിക്കും നാളെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. ബാക്ക് ചെയ്യുക. പിന്നെ വേറൊരു കോമൺ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് റൗണ്ടിൽ ഇൻവെസ്റ്റർക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുത്തു അതായിരിക്കും എപ്പോഴും നോക്കുക നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റർക്ക് ഇത് കൊടുത്തിട്ട് എനിക്ക് എന്താ തന്നാൽ അത് ഫസ്റ്റ് ആർഗ്യുമെന്റ് ആണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നിന്നുള്ള ലോയറിന്റെ അല്ലെങ്കിൽ അവരുടെ കോമൺ ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഈ ഫൗണ്ടർ അഡ്വൈസ് ചെയ്യാൻ വഴിയില്ല, കാരണം നിങ്ങൾ ഇൻവെസ്റ്ററിന്റെ ഭാഗമാണ്. ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ അവരെ കേട്ടിട്ട് നിസ്സഹായ, അയ്യോ നിങ്ങളിങ്ങനെ പറയല്ലേ, നിങ്ങളിങ്ങനെ സൈൻ ചെയ്യല്ലേ. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാ റൈറ്റ്സും കൊടുത്തു, ബോർഡ് സീറ്റ് കൊടുത്തു. ബേസിക്കലി പുള്ളി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റേഷൻസിനൊക്കെ ഒരു കോമൺ ആംഗിൾ എന്ന് പറയുന്നത് ലോയേഴ്സ് എപ്പോഴും ഡോക്യുമെൻറ്റ്സ് നോക്കുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക. കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം അത് എവിടെയും ക്യാപ്ചർ ചെയ്യില്ല. ലോയേഴ്സിന് എപ്പോഴും ആളുകൾ റീച്ച് ഔട്ട് ചെയ്യുക വെൻ തിങ്സ് ഗോസ് ഡൗൺ സൗത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇൻവെസ്റ്ററിന് എന്തൊക്കെ പ്രൊട്ടക്ഷൻ അത് എത്രയും അവർ നമ്മളോടൊന്നും ചോദിക്കുള്ളൂ. നമ്മൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് അവർക്ക് അയച്ചു കൊടുത്താൽ ഒരു മിനിറ്റ്, ഈ കമ്പനി നാളെ ഒന്ന് ഫ്രോഡ് ചെയ്തു, നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, നമ്മളുടെ ഫുൾ ബോർഡിന് റിസൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഫ്രോഡ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക? നമ്മൾ സിമ്പിൾ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നാൽ നമ്മൾ സിമ്പിൾ ചെയ്ത് വിടും. ഇഫ് ഫ്രോഡ് ഇസ് ഫൗണ്ട് എൻറ്റയർ ബോഡി ഈസ് റീകൺസ്റ്റിറ്റ്യൂട്ടഡ്. പക്ഷേ ഒരു ഫൗണ്ടർ ലോയറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അഗ്രി ചെയ്യാൻ പാടില്ല. ആര് ഫ്രോഡ് ഡിറ്റർമിൻ ചെയ്യും? അതൊരു റിട്ടയർഡ് ജഡ്ജ് വേണം. ആ ജഡ്ജിൻ്റെ അടുത്ത് നിന്ന് ഒരു റിപ്പോർട്ട് ഇത്രയും കോംപ്ലക്സ് ആക്കി കഴിഞ്ഞാൽ, കാരണം നാളെ എന്തെങ്കിലും ഒരു അലിഗേഷൻ ഈ ഒരു ഇൻവെസ്റ്റർക്ക്, ഇതൊക്കെ വേസ്റ്റ് കേസാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ ഡീമോട്ടിവേറ്റ് ചെയ്യില്ല. എപ്പോഴും മെന്റാലിറ്റി നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ ചിന്തിക്കുന്ന അതേ പാത്തിൽ തന്നെ ഫൗണ്ടർ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല, കാരണം ഒരു കോമൺ സേയിങ് VC ഇൻഡസ്ട്രിയിലുള്ളത്, ദ മൊമെന്റ് യു സൈൻ എ ടേം ഷീറ്റ് ദാറ്റ് ഫിക്സസ് ദ നേച്ചർ ഓഫ് യുവർ ഡീൽ എന്നാണ്. ചിലപ്പോൾ അത് ഗുഡ് ഡീലായിരിക്കാം, ചിലപ്പോൾ അത് ബാഡ് ഡീലായിരിക്കാം, അവിടെ തീരുമാനിക്കും. അപ്പം ടേം ഷീറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഡീലിലേക്ക് വരികയാണെങ്കിൽ ജോവാക്കി എന്നിട്ട് ഇവർ ഈ റേസ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യൽ റേസ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ കാണുമായിരുന്നു, പുള്ളി വാട്സാപ്പിലൊക്കെ സേവ് ചെയ്തിട്ട് ഈ കമ്പനി ഗ്രോ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ദിവസമാണ് ഞാൻ കാണുന്ന പുള്ളി ഷാർക്ക് ടാങ്കിൽ, എനിക്കൊന്നും ഷാർക്ക് ടാങ്കിൽ തന്നെ 1 of the most viewed ഒരു എപ്പിസോഡും കൊടുക്കും. കാരണം പുള്ളി അത്രയും നോർമൽ ഡൗൺ ടു എർത്ത് ഒരു Tier 4 സിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ആൾ കമ്പനി സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത്, ഓഫ് കോഴ്സ് ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഇൻവെസ്റ്ററിന്
ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് പുള്ളിക്ക് സ്കെയിൽ ചെയ്ത് ഷാർക്ക് ടാങ്ക് വരെ എത്താൻ പറ്റിയത്. ശരിയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഈ കമ്പനി ഷാർക്ക് ടാങ്കിൽ കിട്ടിയ വ്യൂവർഷിപ്പും കാരണം കൊണ്ട് കമ്പനി ഇപ്പോൾ വലിയൊരു നിലയിൽ എത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര പ്രൗഡാണ് നമ്മൾ അഡ്വൈസ് ചെയ്തൊരു കമ്പനി. പക്ഷേ ഈ ഡീൽ ഇപ്പം എങ്ങനെ സ്ട്രക്ചർ ചെയ്തോണ്ട് പിന്നെ ഷാർക്ക് ടാങ്കിൽ അവർ ഡ്യൂ ഡിലിജൻസ് ചെയ്തപ്പോൾ പ്രശ്നമായോ? ഷാർക്ക് ടാങ്കിൽ ഡ്യൂ ഡിലിജൻസ് പ്രശ്നം കാരണം അഗെയിൻ ഇവിടെ റൈറ്റ്സ് കൊടുക്കുന്നൊന്നും ഒരിക്കലും റെഡ് ഫ്ലാഗ്സ് അല്ല. അവരും കാരണം അവർ എത്രമാത്രം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി റൈറ്റ്സ് ഉണ്ടോ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് ഇഷ്ടമാവുകയുള്ളൂ. ഓക്കെ എനിക്ക് ഫ്രണ്ട്ലി റൈറ്റ്സ് ആണ്. അപ്പോൾ അവർ വരും എപ്പോഴും ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേം ഷീറ്റ് പോലെ തന്നെ ടേം ഷീറ്റിൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു ഡീൽ പ്രോസസ്സ് നമ്മൾ ഡീൽ സൈക്കിൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേം ഷീറ്റ് സൈൻ ചെയ്യുന്നു, ഈ ടേംസ് ഒക്കെ എല്ലാവരും എഗ്രി ചെയ്യുന്നു, സൈൻ ചെയ്യുന്നു. ടേം ഷീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേം ഷീറ്റിൽ തന്നെ പറയും ഡ്യൂ ഡിലിജൻസും ട്രാൻസാക്ഷൻ ഡോക്യുമെന്റ്സ് ആണ് ഇൻ ജനറൽ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ്, നിങ്ങളുടെ ഷെയർ സബ്സ്ക്രിപ്ഷൻ എഗ്രിമെന്റ്, ഇങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ്. കുറേ പരിപാടി ഉണ്ടല്ലേ? ഒരുപാടുണ്ട്. അതെ, അപ്പൊ നിങ്ങൾ പറയുന്ന ഒരിക്കലും ഇമോഷൻസിന്റെ മുകളിൽ ഒന്നും സൈൻ ചെയ്യരുത്. നെവർ ബിക്കോസ് ടുമോറോ ഓൺലി ദ ഡോക്യുമെന്റ് വിൽ സ്പീക്ക്. യെസ്, അതായത് ഞാൻ നേരത്തെ ആളോട് പോലും ആയിരിക്കില്ല സംസാരിക്കുക. അതെ അതെ അതെ, അതായത് നിങ്ങൾ ഈ ടേം ഷീറ്റിനെ നിങ്ങൾക്ക് നാളെ എൻഫോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. അതായത് ഇത്രയൊക്കെ പറയുമ്പോൾ ടേം ഷീറ്റ് നാളെ നിങ്ങൾക്ക് ടേം ഷീറ്റ് വെച്ചൊരു കോടതിയിൽ പോയി ഇയാൾ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് തരാമെന്ന് കമ്മിറ്റ് ചെയ്തിരുന്നു, അത് തരുന്നില്ല എന്ന് കോടതിയിൽ പോയി, കാരണം നോൺ ബൈൻഡിങ് ആണ്. അല്ലെങ്കിൽ ചില ടേംസ് നിങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റി അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫൗണ്ടേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കും. നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ ഒരു ഫൗണ്ടറിൻ്റെ അടുത്ത് പോയി പിച്ച് ചെയ്തിട്ട് ഫൗണ്ടറിന് നാളെ അതിനെ ഇൻവെസ്റ്ററുടെ അടുത്ത് പോയി പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ നാളെ അത് പുറത്തേക്ക് എത്തിക്കുകയോ നിങ്ങൾക്ക് അതൊരു യുണീക്ക് ഒരു പേറ്റൻറ്റഡ് അല്ലെങ്കിൽ IP പ്രൊട്ടക്റ്റഡ് സംഭവമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ടേം ഷീറ്റിൽ ആ ക്ലോസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കീ റൈറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ക്ലോസസ് ഉണ്ടാവും, ആൻസിലറി ക്ലോസസ്. അതായത് നിങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റി, നോ ഷോപ്പ് ക്ലോസ്. അതായത് ടേം ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സർട്ടൈൻ പീരീഡിൽ ഈ ഇൻവെസ്റ്ററും ഈ ഫൗണ്ടറും ഇവരോട് മാത്രമേ സംസാരിക്കുള്ളൂ. അതിനാണ് എക്സ്ക്ലൂസിവിറ്റി പീരീഡ് എന്ന് പറയാം. ചിലപ്പോൾ അതും നെഗോഷിയേറ്റ് ആണ്. കാരണം ഒരു ലോങ് പീരീഡിലേക്ക് ഈ ഇൻവെസ്റ്ററിന്റെ മുന്നിൽ തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഫീസിബിൾ അല്ല. അപ്പം അത് കഴിഞ്ഞ് ടേം ഷീറ്റ് കഴിഞ്ഞ് ഡ്യൂ ഡിലിജൻസിലേക്ക് എത്തും. ഡ്യൂ ഡിലിജൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബേസിക്കലി ഡ്യൂ ഡിലിജൻസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എൻറ്റയർ പല ടൈപ്പ് ഓഫ് ഡ്യൂ ഡിലിജൻസ് ഉണ്ട്. ഒരു ഡീൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേം ഷീറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ഡ്യൂ ഡിലിജൻസ് ഉണ്ട്, ടാക്സ് ഡ്യൂ ഡിലിജൻസ് ഉണ്ട്, ദെൻ ടെക്നിക്കൽ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തും. ആ ഒരു സെക്ടർ ബേസിസിലാണ്. അപ്പോൾ ഒരു ഡീപ് ടെക് കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാസ് എത്രമാത്രം ടെക് ഇൻവോൾവ് ആണെങ്കിൽ ടെക് ഡിലിജൻസ് ഉണ്ടാവും. ഇനി ഒന്നും കൂടി ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ VCസും PEs ഒക്കെ ചെയ്യുന്നത് ക്ലൈമറ്റ് ESG ഡ്യൂ ഡിലിജൻസ് പോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് ഡ്യൂ ഡിലിജൻസ്, ബേസിക്കലി ഡ്യൂ ഡിലിജൻസിൻ്റെ സമ്മറി ഇത്രയാണ്. നിങ്ങളുടെ കമ്പനി എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ കമ്പനി നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ ലീഗലാണെങ്കിൽ നമ്മൾ നോക്കാം. നിങ്ങളിപ്പം ഒരു D2C ആണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അത് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുകയാണ്, ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. നിങ്ങൾ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് എവിടെയാണ്, ഈ യൂണിറ്റിൻ്റെ ഫാക്ടറി പ്രിമൈസസ് എവിടെയാണ്, ഇതിന് ലൈസൻസ്. കാരണം ഇന്ത്യയിലെ എല്ലാ കാര്യത്തിനും ലോ ഉണ്ട്, അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി. നിങ്ങൾ ഏത് സാധനം എടുത്ത് കഴിഞ്ഞാലും എന്ത് നോക്കി കഴിഞ്ഞാൽ അതിന് ലോ റെഗുലേറ്റഡ് ആണ് ഇവിടെ. അപ്പം ഫാക്ടറി ലൈസൻസ്, ഈ ഫാക്ടറി ചില കാര്യങ്ങൾ അപ്പം നമ്മൾ ഫ്ലാഗ് ചെയ്യുക. ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് തെറ്റ് കണ്ടാൽ അതൊക്കെ എഴുതി പിടിപ്പിക്കും നമ്മുടെ ഈ ഡ്യൂ ഡിലിജൻസ് റിപ്പോർട്ടിൽ. പക്ഷേ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഫ്ലാഗും ചെയ്യും. ഓക്കെ, ദിസ് ഇസ് റെഡ് ഫ്ലാഗ്, ദിസ് ഒരു കളറിംഗ് കോഡ് ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പം നമ്മൾ കളർ കോഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നിയമങ്ങൾ, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ഫാക്ടറി എന്ന് പറയാൻ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഞാൻ നമ്മുടെ സ്ലീപ്പ് കമ്പനി ഡീലിൽ ഇൻവെസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം അവരുടെ വൺ ഓഫ് ദ ലീഗൽ ഡ്യൂ ഡിലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അവർ ഫാക്ടറി ലോ ആയിട്ട് കംപ്ലൈഡ് അല്ലായിരുന്നു, അവരുടെ ഫാക്ടറി യൂണിറ്റ്. അപ്പം അതിലൊരു മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈഡ് അല്ല ആസ് ഇൻ എൻറ്റയർലി നോൺ കംപ്ലൈഡ് അല്ല, പക്ഷേ എനിക്കിപ്പം ഓപ്പൺലി എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ലോ ആയിട്ട് കംപ്ലൈഡ് അല്ല, അതൊരു റെഡ് ഫ്ലാഗ് ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇൻവെസ്റ്റർ നമ്മളോട് ചോദിച്ചു ഇതെങ്ങനെ നമ്മൾ പരിഹരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യൂ ഡിലിജൻസിലുള്ള പ്രോസസ്സ്. നമ്മൾ അവരുടെ ഫുൾ ഡോക്യുമെൻറ്റ്സ് വാങ്ങും, കമ്പനിയുടെ അടുത്ത് നിങ്ങളുടെ ഫാക്ടറി ലൈസൻസ്, നിങ്ങൾ ഫാക്ടറിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ലൈസൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം കൊടുത്ത്. ഇതിലും ഇൻവെസ്റ്റേഴ്സും ഫൗണ്ടേഴ്സും കമ്പനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു സാധനം തുടങ്ങുമ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ എല്ലാം ഡോക്യുമെൻറ്റഡ് ആയിട്ട് ചെയ്ത് വെച്ചുള്ള ഗുണം ഇതാണ്. നാളെ ഇങ്ങനെ ഒരു ഫണ്ട് റൈസ് നടക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും. കാരണം നിങ്ങൾ ടേം ഷീറ്റ് കഴിഞ്ഞൊന്നും ഇനി ഫണ്ട് വരും എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ തുടങ്ങും ഫണ്ട് വരും, അത് വരൂല. അത് നിങ്ങൾക്ക് വരാൻ പോണത് ഒരു 10-200 ഇമെയിൽസും കോൾസും ആണ് ലോയേഴ്സിന്റെ സൈഡിൽ നിന്ന്. അറ്റ്ലീസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് അവിടെ അനങ്ങാതിരിക്കും. ലോയേഴ്സ് വിളിച്ചിട്ട് നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്, ഒന്ന് ആൻസർ ചെയ്താണ്. 100 ക്വസ്റ്റ്യൻസോ? അതിൽ നമ്മളെന്താ ചോദിക്കുക? നമ്മൾ ചോദിക്കും നിങ്ങൾ ഫാക്ടറീസ് ഇന്ന സെക്ഷനിലുള്ള റിക്വയർമെന്റ് ഉള്ള ആക്ടിലുള്ള ലൈസൻസ് എടുത്തുണ്ടോ? ഫൗണ്ടറിന് എന്ത് ലൈസൻസ്? ഏതോ കൺസൾട്ടന്റ് നമ്മളേതോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം. ചിലവർ അങ്ങനെയും പറയും നമ്മളൊരു ലൈസൻസ് ഇല്ല. അപ്പം
ഒരു ഇൻവെസ്റ്റർ എന്താ ഈ ഒരു ഇതൊരു റിസ്ക് ആണ് ലൈസൻസിൻ്റെ. അപ്പോൾ അതിനെങ്ങനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവരുടെ മെയിൻ റവന്യൂ സോഴ്സ് ഇതാണ്. വാട്ട് ഇഫ് ആ മെയിൻ റവന്യൂ സോഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫാക്ടറി യൂണിറ്റ് അല്ലെങ്കിൽ റവന്യൂ ഉണ്ടാക്കുന്ന ഒരു പ്രിമൈസാണ്, ആ യൂണിറ്റ് നാളെ കാരണം ഇന്ത്യൻ ഫാക്ടറീസ് ലോയിൽ പ്രകാരം പ്രോപ്പർലി ഒരു ഫാക്ടറി ലൈസൻസ് ഇല്ലാണ്ട് ഒരു ഫാക്ടറി മാനുഫാക്ചറിങ് പ്രോസസ്സ് ഡെഫിനിഷനാണ്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിമൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പ്രോസസ്സിനെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഉത്തരവിടാം. ദാറ്റ് ഇസ് എക്സ്ട്രീം. ഓക്കെ ഐ മീൻ എല്ലാം വേഴ്സ്റ്റ് കേസിലാണ്. പക്ഷെ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ റിസ്ക് ആണ്. കാരണം ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഒരു മാനുഫാക്ചറിങ് പ്രിമൈസിൽ നിന്ന് ഉണ്ടാക്കി വരുമ്പം ഇൻവെസ്റ്റർ അത് കണ്ടിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ D2C കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പം അയാൾ ഏറ്റവും നോക്കേണ്ടത് ഓക്കെ ഇത് സേഫ് ആണോ, അതാണ് നമ്മൾ ഫ്ലാഗ് ചെയ്തത്. അങ്ങനെ ഒരു പല ഓരോ സെഗ്മെന്റ് ഉണ്ട്. അപ്പം നമ്മളൊരു ഡ്യൂ ഡിലിജൻസ് റിപ്പോർട്ടിനെ ലോയേഴ്സ് അപ്രോച്ച് ചെയ്യുന്നത് അതിനെ ചാപ്റ്റേഴ്സ് ആയിട്ട് സെഗ്മെന്റ് ചെയ്യും. നിങ്ങളുടെ ലൈസൻസസ്, പിന്നെ നിങ്ങളുടെ കോർപ്പറേറ്റ്, ബേസിക്കലി കമ്പനീസ് ആക്ടിലുള്ള എല്ലാ മുക്കുമൂലയും നമ്മൾ ചോദിക്കും. അതൊന്നും വലിയ ഇഷ്യൂ ഇല്ല. കാരണം അതിൽ തന്നെ നാളെ നിങ്ങളുടെ കമ്പനിയിൽ ഓൾറെഡി ഫണ്ട് റൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഇതിലൊക്കെ ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഇപ്പം ഫണ്ട് റൈസ് ഒന്നും ചെയ്യാതെ നിങ്ങൾ കുടുംബക്കാർ ദുബായിൽ നിന്ന് ഒരാളടാ ഞാൻ നിൻ്റെ ഒരു 2 ലക്ഷം റുപ്യ ഇടാം, സാധാരണ കാണണം. അവിടെ ഭയങ്കര വലിയ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൊമെൻറ്റ് ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ നിങ്ങളുടെ കമ്പനിയിലോട്ട് ഒരു ഫണ്ട് ഇടുമ്പം ആഡഡ് കംപ്ലയൻസ്, ഫെമ കംപ്ലയൻസ് എന്ന് പറയും. ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ലോ പ്രകാരമുള്ള ഒരുപാട് കംപ്ലയൻസസ് ഉണ്ട്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഫണ്ടിന് ഫയലിംഗ് ഉണ്ട്, ആ ഫയലിംഗ് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത ഫയലിംഗ് ചെയ്യാൻ പറ്റും, അടുത്ത ഫണ്ട് വാങ്ങാൻ പാടില്ല, ഇതൊന്നും ചെയ്തില്ല പെനൽറ്റി ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അതായത് ബേസിക്കലി കോംപ്ലയന്റ് ആവുക എന്നുള്ളതല്ല കോസ്റ്റ്, നോൺ കോംപ്ലയന്റ് ആവുന്നതാണ് കോസ്റ്റ്. നോൺ കംപ്ലയൻസ് ഇസ് ഓൾവേസ് എ കോസ്റ്റ്. അപ്പോൾ ആ കോസ്റ്റ്, ആ റിസ്ക് ആണ് ഇൻവെസ്റ്റർ നോക്കുക. ഇൻവെസ്റ്റർ ഒരിക്കലും അയ്യോ നിങ്ങളിത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ബാക്ക് ആവില്ല. അത് ഫൗണ്ടേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓഫ് കോഴ്സ് ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ എത്ര വലിയ ഇനിയിപ്പം ബിഗ് കമ്പനീസ് പോലും, ലിസ്റ്റഡ് കമ്പനീസ് പോലും അവർ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യും. മിസ്റ്റേക്സ് ഇസ് ബൗണ്ട് ടു ഹാപ്പൻ. ലൈക്ക് നോൺ കംപ്ലയൻസ് ഇസ് ഓൾസോ ബൗണ്ട് ടു ഹാപ്പൻ. പക്ഷേ ഡെലിബറേറ്റ്ലി നമ്മൾ ബേസിക് കാര്യങ്ങളിൽ തന്നെ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ഇൻവെസ്റ്റർക്കും അതായത് ടേം ഷീറ്റ് സൈൻ ചെയ്തിട്ട് നമ്മളൊരു ലീഗൽ ഡ്യൂ ഡിലിജൻസ് ചെയ്ത് അതിനൊരു ടൈം ലൈൻ എങ്ങനെ വെച്ചാൽ ടേം ഷീറ്റ് സൈൻ ചെയ്തു, ട്രാൻസാക്ഷൻ ഡോക്യുമെന്റ്സ് അതായത് നമ്മുടെ SHA, SSA ഇതൊക്കെ ഇൻവെസ്റ്റർക്ക് അയച്ചു. എന്താണ് ഷെയർ സബ്സ്ക്രിപ്ഷൻ എഗ്രിമെന്റ്. അതായത് ഈ SHA ആണ് കോമൺലി എല്ലാവരും കേട്ടിട്ടുണ്ടാവുക. ഈ SSA എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് പൈസ തരുന്നു, ആ പൈസ എത്ര ദിവസത്തിനുള്ളിൽ തരണം, ഞാൻ നിങ്ങളെ ഇന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അയക്കുക, അത് അയച്ചിട്ട് നിങ്ങൾ എനിക്ക് ഷെയർ തന്നിട്ടില്ല നിങ്ങൾ എനിക്ക് റീഫണ്ട് ചെയ്യണം. ഇത് സബ്സ്ക്രിപ്ഷൻ ടേംസ് എന്ന് പറയും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഷെയർസ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫൗണ്ടേഴ്സൊക്കെ ശ്രദ്ധിക്കേണ്ടത്, റബ്സ് ആൻഡ് വാറണ്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതായത് ബേസിക്കലി ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുക്കും. അതായത് ഓക്കെ എൻ്റെ കമ്പനിയിൽ ഇത്രയാണ് ടേൺ ഓവർ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫിനാൻഷ്യൽസ് കറക്റ്റാണ്, എൻ്റെ ഷെയർ ഞാൻ ആൾക്കാർക്ക് ഷെയർ ഇഷ്യൂ ചെയ്തതൊക്കെ കറക്റ്റ്, ട്രൂ ആൻഡ് കറക്റ്റാണ്. ടൈറ്റിൽ വാറണ്ടീസ് എന്ന് പറയും. ബിസിനസ് ഞാൻ ഇൻവെസ്റ്ററിനോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ട്രൂ ആണ്, കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ് വാറണ്ടീസ് ഉണ്ടാവും. ടാക്സ് കംപ്ലൈഡ് ആണ്, അതായത് ഞാൻ GST അടച്ചു, ഇൻകം ടാക്സ് അടച്ചു, എല്ലാം കംപ്ലൈഡ് ആണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ വെറുതെ ഇൻവെസ്റ്ററോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ പൈസ തരില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീൽസ് അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് റബ്സ് ആൻഡ് വാറണ്ടീസ്. അതായത് ഞാൻ ഈ പറഞ്ഞ ബേസിസിലാണ് നിങ്ങൾ എനിക്ക് പൈസ തരുന്നത്, അതിൻ്റെ ബേസിസിലാണ് ഷെയർ തരുന്നത്. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഇൻഡ്യൂസ് ചെയ്യണ കുറച്ച് ഫാക്ട്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും, അതിനാണ് നമ്മൾ റെപ്രസെന്റ്. ഇതിന് ഇംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്റിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി എഴുതും, ഇത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മളിത് ട്രൂ അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ആരാണോ കമ്പനി ആൻഡ് ഫൗണ്ടേഴ്സാണ് യൂഷ്വലി റബ്സ് ആൻഡ് വാറണ്ടീസ് കൊടുക്കുക ഇൻവെസ്റ്ററിന്. അത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെമിനിറ്റി, അതായത് ഡാമേജസ്, അതായത് അതുമൂലം ഉണ്ടായിരിക്കുന്ന നഷ്ടം നിങ്ങൾ അതിലും ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അതായത് എത്ര പേ ചെയ്യണം, എത്രയാണ് നഷ്ടം, അതാണ്. അതായത് ക്യാപ്പ് ചെയ്യണം. അതായത് നിങ്ങൾ ഇൻവെസ്റ്റർ ഒരിക്കലും ഈ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ട് വേണം ഇൻവെസ്റ്റർക്ക് എന്ത് പറയാം, ഇതൊരു ബിസിനസ് ആക്കി എടുക്കാൻ വേണമെങ്കിൽ. അതായത് ഞാൻ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്തോ ഫ്രോഡ് കണ്ടു, അതിനെനിക്ക് 1000 രൂപ നിങ്ങൾ ഡാമേജ് ആയിട്ട് തരണം. അയാൾ ബേസിക്കലി അതൊരു പ്രോഫിറ്റ് ആക്കി എടുത്തില്ലേ. അപ്പോൾ അവിടെ ക്യാപ്പ് ചെയ്യേണ്ടത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതെ, ആ 100 രൂപയാണ് ക്യാപ്പ്. ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഞാൻ ക്ഷീണിച്ചു, എത്ര സാധനങ്ങൾ നോക്കണമെന്ന് ആലോചിച്ചിട്ട്. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇത് ഇത്രയും നമ്മളൊരു ഫൗണ്ടറിനോട് ഇത്രയും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. കാരണം ഡെഫിനറ്റ്ലി ഫൗണ്ടർ ഒരു ലോയറിനെ റീച്ച് ഔട്ട് ചെയ്ത് നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഈസി കാര്യം എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ടേംസ് നിങ്ങൾ ഡീൽ ചെയ്തോളൂ, ബാക്കിയുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തോളാം. നമ്മൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം ബ്രീഫ് ചെയ്യും. നമ്മൾ സാധാരണ ഫൗണ്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യം അതാണ്. അത് ഇൻവെസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കും, ഇതൊക്കെയാണ് റൈറ്റ്സ്, കാരണം ഇത് നമ്മുടെ ഡ്രാഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻവെസ്റ്ററിൻ്റെ ഡ്രാഫ്റ്റ് ആണെങ്കിൽ. അപ്പം
ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർക്ക് ഇത്ര റൈറ്റ്സ് ആണ് അവർ ചോദിച്ചേക്കുന്നത്, ഇതൊക്കെയാണ് ഷെയർ സബ്സ്ക്രിപ്ഷൻ ഉള്ളത്, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ ചെയ്യരുത്, എഗ്രി ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഡിസ്കൗണ്ടഡ് ഫോർമുല, ഇതാണ് അതിൻ്റെ ഡിസ്കൗണ്ടഡ് റൈറ്റ്, ഇതാണ് അതിൻ്റെ ഡിസ്കൗണ്ടഡ് സ്ട്രക്ചർ, ഇതൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ്. അപ്പം ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ലോയറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോയറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും ഓക്കെയാണ്, കാരണം പണി കിട്ടുക. ഇത്രയും കോംപ്ലക്സിറ്റി റിസ്ക്കുള്ള ഒരു സാധനത്തിലോട്ട് നിങ്ങൾ ജമ്പ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി കോസ്റ്റ് ബേസിസിൽ അല്ലെങ്കിൽ ഒരു ഹെസിറ്റൻസിന്റെ ബേസിസിൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റർ ലോയർ നിങ്ങളെ ലോയർ അല്ല. അല്ല, ഓഫ് കോഴ്സ്. അതായത് ഇതാണ് എല്ലാ ഡീലിലും രണ്ടുപേരാണ്, കമ്പനി ലോയർ, ഇൻവെസ്റ്റ്മെന്റ് ലോയർ, ഇവരാണ് ഫൈറ്റ് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കമ്പനി റൺ ചെയ്യണ്ടേ ഡേ ടു ഡേ ബേസിസിൽ. ഈ ഒരു ഡീല് ചിലപ്പോൾ ഒരു 3 മാസം എടുക്കും, 4 മാസം എടുക്കും. അപ്പം ഈ 4 മാസത്തിൽ ഇതിൻ്റെ ബാക്കിൽ നടന്ന ഒരുപാട് ഫൗണ്ടേഴ്സ് നമ്മളെ വിളിച്ച് ഏർലി സ്റ്റേജ് ഡീൽസിലൊക്കെ നമ്മൾ കാണുന്നത് നമ്മളെ ചീത്ത പറയും. അതായത് ചീത്ത പറഞ്ഞാൽ അവരോടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ നമ്മളോട് എക്സ്പ്രസ് ചെയ്യും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എന്തിനാ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? ഏർലി സ്റ്റേജ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രൈബൽ വേദ ഫൗണ്ടർ എന്നെ വിളിച്ചിട്ട് ആക്ച്വലി ചോദിച്ചത്, സാർ 50 lakhs ആണ്, നമ്മളൊന്നും പഠിച്ചു. ഞാൻ പറഞ്ഞു, സാർ നമ്മൾ ഇൻവെസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്, കാര്യങ്ങൾ എളുപ്പമാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡ്യൂ ഡിലിജൻസിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ അഗെയിൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ് കോൺട്രാക്ട്സ് നോക്കും. കോൺട്രാക്ട്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം D2C ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ റവന്യൂസ് ഒക്കെ നിങ്ങൾ ക്ലെയിം ഒരു ഫൗണ്ടറിന് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിൻ്റെ മുന്നിലോട്ട് പോയി നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുമ്പം അവർക്കൊരു സോഴ്സ് വേണമല്ലോ ഇതിനെ വെരിഫൈ ചെയ്യാൻ. നിങ്ങൾ പറയണം, ഓക്കെ നമുക്ക് ഇത്രയും സോഴ്സ്, നമുക്ക് ഇത്ര എന്ന കമ്പനിയായിട്ട് അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റർ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ, ഓക്കെ എന്നാൽ അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ കോൺട്രാക്ട് എവിടെ? സാർ കോൺട്രാക്ട് ഇല്ല, നമ്മൾ ഡീൽ അത് റെഡ് ഫ്ലാഗ് ആണ്. ഇൻവെസ്റ്റർ നാളെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരും ബാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റവന്യൂ സ്ട്രീം കുറഞ്ഞില്ലേ, അതൊരു റെഡ് ഫ്ലാഗ് ആയിരിക്കും. ഇത് ഡ്യൂ ഡിലിജൻസിൽ വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സെഗ്മെന്റ്, അതായത് ലീഗൽ ഡ്യൂ ഡിലിജൻസ് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ കുറച്ച് ചെയ്യും. അതായത് നിങ്ങൾ ലോൺ എടുക്കുമ്പം എപ്പോഴും ഫൗണ്ടേഴ്സ് ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യമാണ്, അതായത് ലോൺ എടുക്കുമ്പം ഈ ലോൺ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ബാങ്ക്സ് തരണം. അവർ ഇതേപോലെ തന്നെ ഇൻവെസ്റ്റർ പോലെ ആണല്ലോ, ലയബിലിറ്റി ആണെങ്കിൽ കൂടിയും അവരെപ്പോഴും ടേംസ്, നമ്മൾ സാധാരണ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കണമല്ലോ, ലോണിനെ അത്രയും നന്നായിട്ട് സംസാരിക്കണം ശരിക്കും പറഞ്ഞാൽ. ആ ലോൺ ഡോക്യുമെന്റ്സ് അവരൊരിക്കലും ഇത് മാറ്റാനൊന്നും അവർ എഗ്രി ചെയ്യുക, വേണേ ലോൺ എടുത്ത് പൊക്കോ, ഡോക്യുമെന്റിൽ സൈൻ ചെയ്തേക്കുന്നത്. ഈ ഡോക്യുമെന്റിലുള്ള ഉണ്ടാകുന്ന കോമൺ ടേംസ് എപ്പോഴും ഫൗണ്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് റേസ് ചില ലോൺ കമ്പനീസ്, നാട്ടിലുള്ള ഫെഡറൽ ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്ക്സിന്റെ ടേംസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നെക്സ്റ്റ് ഒരു ഇൻവെസ്റ്റർ എടുത്ത് ഫണ്ട് റേസിന് ആദ്യം നമ്മളോട് ഒന്ന് ചോദിക്കുന്നു പറയും, അതതിലുണ്ടാവും. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേഴ്സ്റ്റ് കേസ് ആണെങ്കിൽ അവർക്ക് വേണം നിങ്ങളുടെ ഫണ്ട് റേസ് ചെയ്യുന്നത് തരില്ല, ആ ഒരു കൺസെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ അത് ആ ഡോക്യുമെൻ്റ് ബ്രീച്ചാണ്. ആ ഡോക്യുമെൻ്റ് ബ്രീച്ചിൽ ഈ ലോൺ ഡോക്യുമെൻറ്റിൽ തന്നെ എന്ത് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ തന്നേക്കുന്ന ലോണിലുള്ള ഈ എഗ്രിമെൻറ്റ് ബേസിസിൽ എന്തെങ്കിലും ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കും, നമ്മൾ ഈ ലോൺ നിങ്ങളോട് പ്രീപേ ചെയ്യാൻ പറയും. സോ അങ്ങനെ ഒരു അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ് വായിച്ചിട്ട് നമ്മൾ പറയും, ഓക്കെ ഈ കമ്പനി 1 CR വർക്കിംഗ് ക്യാപിറ്റലിൽ ഇന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ ഡോക്യുമെന്റ്സിൽ ഇന്ന ടേം ഇങ്ങനെയാണ് പറയുന്നത്, ഈ ട്രാൻസാക്ഷൻ നമ്മൾ പോകാൻ പോകുന്ന ട്രാൻസാക്ഷന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ബാങ്കുമായിട്ട് സെറ്റിൽ ചെയ്യാന്നല്ല, ബേസിക്കലി ബാങ്കിൻ്റെ അടുത്ത് ഒരു വെയ്വർ വാങ്ങാം. നമ്മളെല്ലാം ഗുഡ് ടേംസിൽ നടക്കാനുള്ള ഇൻവെസ്റ്ററിന് അഡ്വൈസ് ചെയ്യാം. അതൊരു റെഡ് ഫ്ലാഗ് ഒന്നും അല്ല, അത് യൂഷ്വലി ബാങ്ക്സ് കൊടുക്കുന്നതാണ്. ബാങ്ക്സ് എന്തിനായിരിക്കും അങ്ങനെ കൊടുക്കുന്നതിനുള്ള ലോജിക്ക് എന്ന് വെച്ചാൽ, ബാങ്കിന് ലോൺ കൊടുത്തേക്കുന്ന ഒരു കമ്പനിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടോ അല്ലെങ്കിൽ ഒരു അവർക്കൊരു ലിസ്റ്റ് ഉണ്ടാവും ചിലപ്പം, ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റ്, അങ്ങനെ വരുന്ന ഒരാൾ വരരുത്. യൂഷ്വലി ഇൻവെസ്റ്റ്മെന്റ്സിലൊന്നും ഞാനൊരു ഡീലും കണ്ടിട്ടില്ല ഒരു ബാങ്ക് ഇത് കൊടുക്കാതെ ഡീൽ സ്റ്റോപ്പ് ആയിരുന്നു. സോ ദാറ്റ്സ് നോട്ട് എ റെഡ് ഫ്ലാഗ് ഓർ സംതിങ് ഡീൽ ബ്രേക്കർ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഫ്ലാഗ് ചെയ്യും ഒരു ഫിനാൻഷ്യൽ ബേസിസിൽ. ദെൻ ഉള്ളത് IP, വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് സ്പെസിഫിക്കലി D2C ആണ്. കാരണം D2Cയിൽ നിങ്ങളുടെ മാനുഫാക്ചറിങ് സെഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് വാട്ട് എവർ പ്രൊഡക്റ്റ് യു ആർ ഗിവിംഗ് ടു യുവർ കസ്റ്റമർ, അറ്റ് ദി എൻഡ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ബ്രാൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ നിങ്ങളുടെ ബ്രാൻഡ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി കോൺട്രാക്ട് മാനുഫാക്ചറിങ്. എക്സാക്ട്ലി, കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് നിങ്ങളുടെ ആ ബ്രാൻഡിങ് ആണ്. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ക്ലയൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്ലയൻറ്റ് അവരുടെ ബ്രാൻഡിലാണ് മൊത്തം സോഷ്യൽ മീഡിയ പ്രസൻസ് എങ്കിൽ ആ ബ്രാൻഡിൻ്റെ IP, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, നാളെ ഈ ബ്രാൻഡ് ഒരു പോയിന്റ് വരെ സ്കെയിൽ ചെയ്തിട്ട് ഈ ബ്രാൻഡ് പെട്ടെന്ന് ഒരു ലീഗലി ആ IP അതുപോലെ ട്രേഡ് മാർക്ക് ഉള്ള ഒരാൾ വന്ന് ചാലഞ്ച് ചെയ്ത് കോർട്ട് ഓർഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ IP പ്രോസസ്സ് പ്രകാരം അത് ടേക്ക് ഡൗൺ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പണി കിട്ടിയില്ലേ? സോ അത് നമ്മൾ ഫ്ലാഗ് ചെയ്യും.
ഫൗണ്ടേഴ്സ് ഇതും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഈസ് IP. നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് ഇതൊക്കെയാണ് ലീഗൽ ഡ്യൂ ഡിലിജൻസ്. അപ്പോൾ ഇതാണ് ലീഗൽ ഡ്യൂ ഡിലിജൻസ് പ്രോസസ്. ഞാൻ ഇതിന് മുമ്പ് കേട്ടു, എനിക്കൊന്ന് CS ആഷിഖ് തന്നെ പറഞ്ഞത്, ഈ DDയിൽ നമ്മളിപ്പം കറക്റ്റായിട്ടല്ല കമ്പനി ഓപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യുവേഷൻ കുറയാനും ആ കിട്ടുന്ന എമൗണ്ട് കുറയാനും ഒക്കെ സാധ്യതകളുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുക? അത് ഏർലി സ്റ്റേജ് ഡീൽസിൽ യൂഷ്വലി ലീഗൽ ഡ്യൂ ഡിലിജൻസ്, അതായത് എന്താ പറയുക, ടേം ഷീറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം ഏർലി സ്റ്റേജ്. കാരണം ഏർലി സ്റ്റേജ് ഈസ് ഓൾവേസ് എ റിസ്ക് ബെറ്റിംഗ് കമ്പയറിംഗ് ടു പ്രൈവറ്റ് ഇക്വിറ്റി M&A ഡീൽസ്. അതൊക്കെ ലേറ്റ് സ്റ്റേജിലാണ്, കമ്പനി ഭയങ്കര മെച്യൂർ ആയതിനു ശേഷം. അപ്പോൾ ഈ ഏർലി സ്റ്റേജ് കമ്പനീസിൽ ലീഗൽ ഡ്യൂ ഡിലിജൻസ് മേജർ ഇങ്ങനെയുള്ള, കാരണം ഏർലി സ്റ്റേജ് ഒബ്വിയസ്ലി ഏർലി സ്റ്റേജ് പറഞ്ഞാൽ ലാസ്റ്റ് 5 ഇയേഴ്സിനുള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തൊരു കമ്പനി ആയിരിക്കും. അവർ ജസ്റ്റ് അവർ പ്രോഡക്റ്റ് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ, റിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ, കൺസ്യൂമേഴ്സിനെ അക്വയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം വലിയ ചാലഞ്ചസും അധികം കാണില്ല. അപ്പോൾ ലീഗൽ ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ കൺസിഡറേഷൻ വാല്യുവേഷൻ അതിനെ വലുതായിട്ട് ബാധിക്കില്ല ഏർലി സ്റ്റേജ് ഡീൽസിൽ. വെരി റെയർ ആണ്. കാരണം അവർ ഓഫ് കോഴ്സ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് തരുന്നതിന് മുന്നേ, അതിനാണ് നമ്മൾ യൂഷ്വലി നമ്മൾ നേരത്തെ പറഞ്ഞ SSA ഉണ്ടല്ലോ, അതിൽ വേറൊരു സംഭവമാണ് കണ്ടീഷൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതായത് ഡോക്യുമെന്റ് നമ്മൾ സൈൻ ചെയ്തു, പക്ഷെ പൈസ തരണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് എവിടുന്ന പ്രധാനമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ, ഒന്ന് ലോ പ്രകാരം നിങ്ങൾക്ക് വാല്യുവേഷൻ റിപ്പോർട്ട് വേണം. അങ്ങനെ കുറച്ച് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കമ്പനി സെക്രട്ടറീസിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നൗ സെക്കൻഡ് ലെഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്യൂ ഡിലിജൻസിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഡ്യൂ ഡിലിജൻസ് ഉണ്ട്. ലീഗൽ ഡ്യൂ ഡിലിജൻസിൽ നമ്മൾ നേരത്തെ കണ്ട റിസ്ക്കുകൾ ഉണ്ടാവും. അതിൽ മേജർ റിസ്ക്, ഫോർ ഇൻസ്റ്റൻസ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയുള്ള D2C ആണെങ്കിൽ അവർക്ക് ലൈസൻസ് ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൊത്തം റിസ്ക് നോക്കിയിട്ട് നമ്മൾ അവരോട് അഡ്വൈസ്, ഓക്കെ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആസ് എ CP കണ്ടീഷൻ പ്രസിഡന്റ്, അതായത് നിങ്ങൾ സൈൻ ചെയ്തു പൈസ കിട്ടുന്നതിന് മുന്നേ ആസ് എ CP നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരോട് ഈ ലൈസൻസ് എടുക്കാൻ പറയണം. അപ്പോൾ ബേസിക്കലി എന്താണ്, ലൈസൻസ് എടുത്താൽ അതായത് സൈൻ ചെയ്ത് ഇൻവെസ്റ്റർ സേഫ് ആക്കണം. ആ കേസിൽ നിങ്ങൾ ഫൗണ്ടർ കൂടി സേഫ് ആക്കാം, കമ്പനിനെ സേഫ് ആക്കാം. എക്സാക്ട്ലി, യെസ്. അത് അറ്റ് ദി എൻഡ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ പോകണം എന്നാണല്ലോ. അതെ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ ആണെന്നുള്ള ബേസിസിൽ കമ്പനി ഒരിക്കലും നന്നായി റൺ ചെയ്തില്ലെങ്കിൽ അയാളുടെ വാല്യുവേഷൻ കുറയും. കമ്പനീൻ്റെ 1 മില്യണിൽ ഇൻവെസ്റ്റ് ചെയ്തത് 0.5 മില്യണിൽ എക്സിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടമല്ലേ ഉള്ളൂ. അപ്പം അവിടെ എപ്പോഴും ഇൻറ്റൻഷൻ എപ്പോഴും ഒന്നാണ്, കമ്പനീനെ നല്ല രീതിയിൽ മുന്നോട്ട് എത്തിക്കുക, ടുഗദർ കമ്മ്യൂണിറ്റി ആയിട്ട് എത്തിക്കുക എന്നുള്ളത്. ഇതാണ് ലീഗൽ ഏർലി സ്റ്റേജിലുള്ള ഡിഫറൻസ്. നൗ ലേറ്റ് സ്റ്റേജ് PE ഇൻവെസ്റ്റ്മെന്റ്, ഒരു PE ഫണ്ടാണ് നിങ്ങളുടെ കമ്പനി. VC PE എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്ററും കൂടിയുണ്ട് ഇതിന്റെ കാറ്റഗറിയിൽ. ഫസ്റ്റ് ആണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ്. അതായത് ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എക്സാക്ട്ലി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു ചെറിയ, അപ്പം സാധാരണ ഇങ്ങനെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ ടിക്കറ്റ് ആയിരിക്കും, അതായത് ഒരു 5 lakhs അങ്ങനെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ യൂഷ്വലി ഏഞ്ചൽ ഇൻവെസ്റ്റിംഗിൽ നടക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് അവരൊരുമിച്ച് ഒരു കമ്പനിയിൽ, അപ്പം ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ടിക്കറ്റിൽ അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വന്ന്, പക്ഷെ അവരൊരു എൻറ്റിറ്റി ആയിട്ട് ഒരിക്കലും വരാറ്. നൗ ഇതിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് മോഡലാണ് വെഞ്ചർ ക്യാപിറ്റൽ. അതായത് ഈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് തന്നെ, അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആവാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റിംഗ് കമ്പനീസ് ആവാം, അവർ ഒരു ഇൻവെസ്റ്റിംഗ് വെഹിക്കിൾ, അതിനെയാണ് നമ്മൾ സാധാരണ വെഞ്ചർ ക്യാപിറ്റൽ എൻറ്റിറ്റീനെ പറയുന്നത്. ഒരു ജനറൽ പാർട്ട്ണർ ഉണ്ടാവും, ഒരു ലിമിറ്റഡ് പാർട്ട്ണർ ഉണ്ടാവും. ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആണ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഞാനും ഷാനും നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഒരു ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ASL സെക്കോയ ഒക്കെ ഇട്ടിട്ടുണ്ടാവും ഒരുപാട് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പോൾ അവരെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ അവരൊരു എൻറ്റിറ്റി, അതിലൊരു ജനറൽ പാർട്ട്ണർ ഉണ്ടാവും. ഈ ജനറൽ പാർട്ട്ണറാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അതായത് ഈ ഒരുപാട് ആളുകളുടെ നിന്നും ഫണ്ട് പൂൾ ചെയ്തിട്ട് ഒരു പൂളിംഗ് വെഹിക്കിൾ, ആ പൂളിംഗ് വെഹിക്കിളിന് ഒരു ജനറൽ പാർട്ട്ണർ ഉണ്ടാവും. ആ പൂളിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾ ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. അവർ ഒരു ടാർഗറ്റ് അവരുടെ പോർട്ട്ഫോളിയോ കമ്പനീസിലോട്ട് ഈ എൻറ്റിറ്റി ത്രൂ ഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർലി എന്താണ്, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആണ്. നൗ ഇതിന്റെ അഡ്വാൻസ് സ്റ്റേജ് ആണ് പ്രൈവറ്റ് ഇക്വിറ്റി. സോ വെഞ്ചർ ക്യാപിറ്റൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക ഏർലി നമ്മുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ്, മാർക്കറ്റ് ഫിറ്റ്, ആ ഒരു സ്റ്റേജിലാണ്. അതായത് ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് മാർക്കറ്റിൽ ഇതിനൊരു നീഡ് ഉണ്ട്, ഇറ്റ് ഈസ് സ്കെയിലിംഗ്. ഇനി സ്കെയിൽ ചെയ്യാനല്ല, അതായത് ഇത് വലുതാക്കാനല്ല പൈസയാണ് വേണ്ടത്. അതെ, ഏഞ്ചൽ റൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ വളരെ ഏർലി സ്റ്റേജ്, നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല, ഫിഗർ ഔട്ട് ചെയ്യും.
നല്ല വിശ്വാസത്തിന്റെ മുകളിലാണ് ഏഞ്ചൽസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ റിസ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റിസ്ക് മെട്രിക്സ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്ട്രീം ആണ്. പക്ഷെ അവർ ബെറ്റ് ചെയ്യുന്നത് ഈ ഫൗണ്ടറിന്റെ ബേസിസിലായിരിക്കും. വെഞ്ചർ ക്യാപിറ്റൽ വരുമ്പോഴേക്ക് റിസ്ക് ഇൻഡെക്സ് ഒന്ന് കുറയും, ഒരു 75% എത്തുമായിരിക്കും. പക്ഷെ അവർ അഗെയിൻ അതും ക്രേസി ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. കാരണം അവർ കണ്ടിട്ടില്ല ഈ കമ്പനിയുടെ റവന്യൂ, അവർ കണ്ടിട്ടില്ല ഈ പ്രൊഡക്റ്റ് എത്രമാത്രം മാർക്കറ്റ് ഫിറ്റ് ആണ് ഏർലി സ്റ്റേജിൽ. സീരീസ് എ ഒക്കെയാണ് നിങ്ങൾ അല്ല സംസാരിക്കുന്നത്? സീരീസ് എയും അല്ല. അവിടെ ഒരു സെഗ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീ സീഡ് സീരീസ് എ വരെ വെഞ്ചർ ക്യാപിറ്റൽ വരാറുണ്ട്, സീരീസ് ബിയും വരും. പക്ഷേ ഒരു ഐഡിയൽ സിനാരിയോയിൽ മൈക്രോ വിസീസ് എന്ന് പറയും. കുറച്ചും കൂടി ഏഞ്ചിൽ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മൈക്രോ വിസീസ് ഉണ്ട്. വിസീസിന്റെ ഇതൊക്കെ ഒരു ടെർമിനോളജിയാണ്. ഒരു ചെറിയ അവരുടെ ഫണ്ട് സൈസ് ചെറുതായിരിക്കും. ഇവരൊരു 100 CR ഫണ്ട് അവർ പ്ലാൻ ചെയ്യും. ഓരോ ഇൻവെസ്റ്റർ ചിലപ്പോൾ 10 CR ഇട്ടിട്ട് അങ്ങനെ വന്ന് 100 CR ഒരു ഫണ്ടായിരിക്കും. അവർ പോർട്ട്ഫോളിയോസ് കണ്ടിട്ട് അവരിലേക്ക് സീഡ് റൗണ്ട് ഉണ്ടാവും. ഒന്നും കൂടി മൈക്രോ വിസീസ് ആണ് സീഡ് റൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ സീഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഏർലി വാല്യൂഷൻ വളരെ കുറവായിരിക്കും. ദെൻ പ്രീ സീരീസ് എ ഉണ്ടാവും, സീരീസ് എ ഉണ്ടാവും. അവിടെയൊക്കെ വിസീസ് ഇൻവെസ്റ്റ് ചെയ്യും. നൗ സീരീസ് എ ആകുമ്പോഴേക്ക് വാല്യൂഷൻ ഒരുപാട് മുകളിലോട്ട് പോയി. ഇതിന്റെ കൂടെ തന്നെ ഈ മെട്രിക്സും ഈ സീരീസ് എ ബി സി ഡി എന്ന് പറയുന്ന ബേസിക്കലി കമ്പനി ഇത് ഇവിടെ ഒരു പ്ലേ ബുക്ക് ഒരു എവിടെ എഴുതി വെച്ചത് കാര്യമല്ല, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കമ്പനിയുടെ ഏത് ലെവലിലാണ് അവർ എത്തിയേക്കുന്നതെന്നാണ്. അപ്പോൾ ഒരു സീരീസ് ബി ആകുമ്പോഴേക്കും അവർ ഓൾമോസ്റ്റ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. സീരീസ് സി ആകുമ്പോഴേക്കും ഓഫ്കോഴ്സ് അവർ മാർക്കറ്റ് ലീഡർ ആയിട്ടുണ്ടാവണം. ഇപ്പം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്യൂകോമേഴ്സിൽ സെപ്റ്റോ, അവരൊക്കെ മാർക്കറ്റ് ലീഡറാണ്. ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, ഇവരൊക്കെ. അപ്പൊ അവരിപ്പോ റേസ് ചെയ്യുന്ന റൗണ്ട്സ് നമ്മൾ പാരലലി ജസ്റ്റ് ഗൂഗിൾ എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ഡി ഇ. അപ്പം ഈ സീരീസ് എ കഴിഞ്ഞ് ബി സി ആകുമ്പോഴേക്കും പ്രൈവറ്റ് ഇക്വിറ്റീസ് വരാൻ തുടങ്ങും. കാരണം കമ്പനീസ് മെച്യൂർ ആയി, റിസ്ക് ലെവൽ വളരെ കുറഞ്ഞു. നെക്സ്റ്റ് അപ്പം ഈ സീരീസ് എ വരെ വെഞ്ചർ ക്യാപിറ്റൽസ് എന്താണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്താറ്. പ്രൈവറ്റ് ഇക്വിറ്റി സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്താറ്. എന്താ വ്യത്യാസം? സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അവർ പ്യുവർലി റിട്ടേൺ മതി. ഈ ഇൻവെസ്റ്റ്മെന്റ് അടുത്ത റൗണ്ടിൽ അവർക്ക് എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സിക്വന്റ് റൗണ്ടിൽ വാട്ട് എവർ അവരൊരു ഇനിയിപ്പം അതല്ലെങ്കിൽ അവർ നല്ലൊരു കമ്പനിയാണ് കണ്ടു കഴിഞ്ഞാൽ അവർ എക്സിറ്റ് ചെയ്യൂല. അവർ IPO വരെ നിന്നിട്ട് ആ കമ്പനിയിൽ നിന്ന് നല്ലൊരു റിട്ടേൺ വാങ്ങും. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കിപ്പം നമ്മുടെ എന്താ പറയാ ഇൻഫോ എഡ്ജ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് VC ഫണ്ടാണ്. നോക്രി, സൊമാറ്റോ, അവർക്ക് 100x ആണ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിരിക്കുന്നത്. ഈ VC ഫണ്ട്സ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് പൂളിംഗ് വെഹിക്കിൾസ് ഒക്കെ റൺ ചെയ്യുന്ന തെസീസ് ഇതാണ്. അവർ 100 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു കമ്പനി ആയിരിക്കും അവരുടെ പിഗി ബാഗ്, അവരുടെ മൾട്ടി ബാഗർ, മണി ബാഗിങ് സംഭവം. അതായത് ആ ഒരൊറ്റ കമ്പനിയിൽ അവർ 100 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 100 കോടി ആയിരിക്കും. ഈ ഒരു കമ്പനിയിൽ നിന്ന് 10 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ 100x കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ടിന് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കിട്ടിയല്ലോ. അവരും ഇൻവെസ്റ്റേഴ്സ് വരുന്നതും ഇവരുടെ ഇടയിൽ ഒരു ഫോർമുലയിലാണ്. അവരും ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായിരിക്കണം ഫൗണ്ടേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും. അതായത് ഇവർ വരുന്ന ഒരിക്കലും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഏഞ്ചലിനെ പോലെ അല്ല. അവർക്കും ഡെഡ് ലൈൻസും റിട്ടേൺ ടാർഗറ്റ്സും എല്ലാം ഉണ്ടാവും. അതായിരിക്കും അവരുടെ പ്രഷർ. നൗ പ്രൈവറ്റ് ഇക്വിറ്റിയിലേക്ക് പോയി ഫണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് ഫണ്ട് സംതിങ് ഈസിലി യു ഗെറ്റിംഗ്, യു ക്യാൻ ഡിപ്ലോയ് ആൻഡ് യൂസ് വാട്ട് എവർ. അങ്ങനെയല്ല. ബോബിന്റെ ഫണ്ട് വന്നാൽ കുടുങ്ങും. നിങ്ങൾ അതായത് എപ്പോഴും എക്സാമ്പിൾസ് മാർക്കറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഓരോ പെന്നി യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്തൊരു മാപ്പ് ഉണ്ടോ, ഫണ്ട് എടുത്തോളൂ, ധൈര്യത്തോടെ എടുത്തോളൂ. മൈ ഡെസിഗ്നേഷൻ ഇപ്പൊ അങ്ങനെയാണ്. അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എവിടെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടതെന്ന്. ഓരോ പെന്നി നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിലോട്ട് കൺസിഡർ ചെയ്യാതെ നിങ്ങളുടെ ഒരു ബേൺ ചെയ്ത് ഇപ്പോൾ ഒരു D2C ആണ് ഓഫ് കോഴ്സ് ഒരുപാട് ബേണിംഗ് ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ്, നിങ്ങളുടെ കസ്റ്റമർ അക്വിസിഷൻ ഒരുപാട് ഡിസ്കൗണ്ട്സ് കൊടുക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളത് നോക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് എക്വിറ്റിയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ അവർ ലേറ്റ് സ്റ്റേജ് കമ്പനീസിൽ അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി മെച്യൂർ ആയി, ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. നൗ ഈ കമ്പനി വരും ഓഫ് കോഴ്സ് അവർ പ്രോഫിറ്റബിലിറ്റി വരും. കാരണം ഒരുപാട് നമ്മുടെ D2Cs നോക്കി കഴിഞ്ഞാൽ അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി മെച്യൂർ ആയി, കമ്പനിയിൽ ഒരു സ്റ്റേക്ക് ഉണ്ടാവും. പിന്നെ അഗെയിൻ ഈ പ്രൂവൺ എന്ന് പറയുമ്പോൾ ഈ സീരീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരീസിന്റെ അവസാനം എപ്പോഴും IPO ഉണ്ടാവാറ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് എക്സിറ്റ്. അവരും ഇന്നേ വേ എന്താണ് ഫിനാൻഷ്യൽ ഗെയിൻസിന് വേണ്ടിയിട്ടാണ്, പക്ഷെ സ്ട്രാറ്റജിക്കലി. അതുകൊണ്ടാണ് അവർ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവർ സ്ട്രാറ്റജിക്കലി എന്താ, അതായത് ഒരു പെർട്ടിക്കുലർ അവരുടെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ കമ്പനിയിൽ നിന്നും വലിയൊരു റിട്ടേൺ വാങ്ങുക, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ചെറിയ ബെറ്റ് ആയിരിക്കുമല്ലോ. അവർ സീരീസ് ഡിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻഫോ എഡ്ജ്, അവര് ചില കമ്പനീസ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏർലി സ്റ്റേജിൽ വന്നതാണ്. ഇപ്പം ഒരു പ്രൈവറ്റ് ഇക്വിറ്റിയുടെ നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ആസ്റ്റർ
ആസ്റ്ററിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇക്വിറ്റിയാണ് ബ്ലാക്ക് സ്റ്റോൺ. ആസ്റ്റർ ഒരിക്കലും പ്രൈവറ്റ് വെഞ്ചർ ക്യാപിറ്റലിന്റെ അടുത്ത് നിന്ന് ഫണ്ട് റൈസ് ചെയ്ത് വന്ന ഒരു കമ്പനിയല്ല. അവർ ഓൾറെഡി മെച്യൂർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, വന്നൊരു കമ്പനിയാണ്. അവരുടെ അടുത്തേക്ക് സ്ട്രാറ്റജിക്കലി ആ കമ്പനീനെ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ നിന്ന് ഇനിയും ഒരുപാട് പൊട്ടൻഷ്യൽ കണ്ടിട്ട് ആ കമ്പനിയിലോട്ട് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് പ്രൈവറ്റ് ഇക്വിറ്റി. വേറൊരു വഴി എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ഇക്വിറ്റീസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പ്രൈവറ്റ് ഇക്വിറ്റീസ് എപ്പോഴും വരുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് ഗെയിമിന്റെ അവസാന ഒരു ഡെഡ് എൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഇത് പ്രൈവറ്റ് മാർക്കറ്റ്സിന്റെ ഡെഡ് എൻഡ് എന്ന് പറയുന്നത് IPO ആണ്. കാരണം അത് കഴിഞ്ഞാൽ ഞങ്ങൾ പബ്ലിക് മാർക്കറ്റിലേക്ക് എത്തി. അപ്പൊ അവിടെയാണ് ഇൻവെസ്റ്റേഴ്സിന് ഫൈനൽ ഓപ്ഷൻ വലിയൊരു റിട്ടേൺ കിട്ടാനുള്ളത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ലേറ്റ് സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇവർ വരും. ഇവർ വന്നിട്ട് 2 വർഷത്തിനുള്ളിൽ പ്രൈവറ്റ് ഇക്വിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി, അതായത് ഇവർ IPO പ്രിപ്പറേഷൻ ആണ് പ്രൈവറ്റ് ഇക്വിറ്റി ബേസിക്കലി ചെയ്യുന്നത്. ഇപ്പം സെപ്റ്റോ ഇവർ പ്രൈവറ്റ് ഇക്വിറ്റി വരുന്നതോടുകൂടി ഇവർ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. IPO എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. ഇവർ ഇൻഫാക്ട് ഈ കോർപ്പറേറ്റ് ലോയേഴ്സ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരു മേഖലയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലോയേഴ്സ്. അവർ പ്യുവർലി ക്യാപിറ്റൽ മാർക്കറ്റ് ഈ IPO ഡീൽ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. IPO റിലേറ്റഡ് പബ്ലിക് റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പം IPO പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ഇക്വിറ്റി വരിക. അവർ IPO കഴിയുമ്പോഴേക്കും അവർ വലിയ റിട്ടേൺ വാങ്ങാമായിരിക്കും, അല്ലെങ്കിൽ ഈ കമ്പനി കൺട്രോൾ ചെയ്ത് കമ്പനിയിൽ നിന്ന് വലിയ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കമ്പനിയിൽ സ്ട്രാറ്റജിക്കലി എക്സിസ്റ്റ് ചെയ്യും. അതാണ് പ്രൈവറ്റ് ഇക്വിറ്റി. ഇനി വേറൊരു സെഗ്മെന്റ് ആണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. നൗ ഈ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആസ്റ്ററിന്റെ തന്നെ എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ആസ്റ്ററിലോട്ട് ബ്ലാക്ക് സ്റ്റോൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പല സ്ട്രക്ചറിലുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്, ആസ്റ്ററിന് ഇന്ത്യയിൽ നമ്മൾ ഒരുപാട് ഹോസ്പിറ്റൽ ഡീൽസ് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ അതും ഡിസ്കസ് ചെയ്യുന്ന മെയിൻ കോഴിക്കോടുള്ള ഒരു മെയിൻ ചിത്രം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് ആ ഒരു ചെറിയ ഇട്ടാവട്ടത്ത് ബേബി മെമ്മോറിയൽ KKR ഗ്ലോബലി ബ്ലാക്ക് സ്റ്റോണിനെ കോമ്പീറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ഇക്വിറ്റിയാണ്. ഈ KKRന്റെ മൈത്ര ഇപ്പൊ റീസെന്റ് അക്വയർ ചെയ്തു. KKR മൈത്രനെ അക്വയർ ചെയ്തു. അപ്പൊ ഈ പ്രൈവറ്റ് ഇക്വിറ്റിയിൽ ഗ്ലോബലി നടക്കുന്ന ഒരു ഫിനോമിനനാണ് ഇവരൊരു കൺസോളിഡേഷൻ എന്ന് പറയും. ഈ ഹോസ്പിറ്റൽ പ്ലാറ്റ്ഫോംസിനെ എല്ലാം പ്ലെയേഴ്സിനെല്ലാം ഒരു ബ്രാൻഡിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഒരു വലിയ ചെയിനാണ്. യൂഷ്വലി ഒരു M&A ഡീൽസിന് എങ്ങനെ നടക്കുന്നത് വെച്ചാൽ, ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റിക്ക് വേണമെങ്കിൽ വന്നിട്ട് ഒരു അൺലിസ്റ്റഡിനെ അക്വയർ ചെയ്യാം. വെരി recent example is Xylem was acquired by, Xylem was already acquired by Physics Wala. Physics Wala ipo IPO il poi. So now Xylem is technically a subsidiary of a listed entity. അങ്ങനെയും ഡീൽസ് നടക്കാം. പ്രീ അത് M&A അല്ലായിരുന്നു, അതെങ്ങനെയാണ്? സോ എനിക്കൊന്ന് മലബാറിലെ ഫസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ കോഴിക്കോടത്തെ ഫസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഡീൽ എന്നൊക്കെ പറയലുണ്ടായിരുന്നു സൈലത്തിന്. പക്ഷെ സൈലത്തിൽ വന്ന അന്ന് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ, കാരണം അതൊരു 2 കമ്പനീസ് തമ്മിലുള്ള ഡീലാണ്. സോ ഈ VC ഡീൽസിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇൻവെസ്റ്റ്മെന്റ് ഈ ഓരോ സ്റ്റേജിലും ഈ ഫണ്ടുകൾക്ക് പുറമെ ഒരു കമ്പനിക്ക് എക്വയർ ചെയ്യാം. കാരണം നാളെ അവർ ഈ ഒരു, കാരണം 2 EdTech സെഗ്മെന്റിലാണ്, അവിടെയും അതൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇവരവരുടെ കോമ്പറ്റീറ്റർ ആയിട്ട് ആവണമെന്നില്ല. കാരണം ഇവർക്ക് ഇതൊരു വലിയൊരു മാർക്കറ്റ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് യൂഷ്വലി ചെയ്യുന്ന കമ്പനീസ് ചെയ്യുന്ന ഒരു വലിയൊരു സ്ട്രാറ്റജിയാണ് എന്ത്, ഇവർക്ക് സിമിലർ പൊട്ടൻഷ്യലുള്ള സിനർജി ഉള്ള കമ്പനീനെ വേറെ ജൂറിസ്ഡിക്ഷനിൽ അല്ലെങ്കിൽ വേറെ സെഗ്മെന്റിലുള്ളവരെ അക്വയർ ചെയ്യുക. ആ അക്വയർ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? അക്വിസിഷൻ ബേസിക്കലി നമ്മൾ ഈ അക്വയർ എന്ന് പറയുമ്പോഴും അതിൽ നടക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, പെർമിസിബിൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ കമ്പനിയുടെ ഇനീഷ്യലി അല്ലെങ്കിൽ മൊത്തത്തിൽ ആ കമ്പനീനെ ബൈ ഔട്ട് ചെയ്യുക. എങ്ങനെ ബൈ ഔട്ട് ചെയ്യുക? നിങ്ങളുടെ ആ കമ്പനിയിൽ 100% ഷെയറിൽ ചിലപ്പോൾ ഒരു 70-80 ഫൗണ്ടേഴ്സിന്റെ അടുത്തായിരിക്കും, വെറും ബൂട്ട് സ്ട്രാപ്ഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ 100 അവരുടെ അടുത്ത് 2 ഫൗണ്ടേഴ്സിന്റെ അടുത്തായിരിക്കും. അപ്പോൾ ഒരു ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിനെ എങ്ങനെ അക്വയർ ചെയ്യുന്ന വെച്ചാൽ, ആ എൻറ്റയർ അവരുടെ സ്റ്റേക്ക് ഒന്നെങ്കിൽ ചിലപ്പോൾ അവരവിടെ നിൽക്കുമായിരിക്കും ഓപ്പറേഷണൽ കൺസേൺസിന് വേണ്ടി. അവർ ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഫൗണ്ടേഴ്സ് കുറച്ച് സ്റ്റേക്ക് റിമെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള എൻറ്റയർ നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം, ഇന്ത്യൻ ലോ പ്രകാരം കൺട്രോൾ ഉള്ളൊരു ടേമാണ് പ്രധാനം. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് റെസൊല്യൂഷൻ ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയും. അതിലാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു സ്റ്റേക്ക്. അപ്പോൾ ബേസിക്കലി ഇപ്പം കേരളത്തിന് ഇപ്പോൾ IPO ചെയ്തൊരു സ്റ്റാർട്ടപ്പ് ആക്ച്വലി Xylem മാത്രമേ ഉള്ളൂ അല്ലേ? IPO ഡയറക്ട്ലി ടെക്നിക്കലി ഇതിനെന്താ പറയുക? അതായത് ഇറ്റ്സ് എ സബ്സിഡിയറി ഓഫ് എ ലിസ്റ്റഡ് കമ്പനി. ഓക്കെ, സബ്സിഡറി ഓഫ് ദ ലിസ്റ്റഡ് കമ്പനി, പക്ഷേ ഇൻഡയറക്റ്റ് വേയിലൂടെ IPO ആയി. കാരണം അവർ ആ ഗ്രൂപ്പിലാണ് Xylem എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ സ്റ്റേക്ക് 75% ആയ സ്ഥിതിക്ക് അതൊരു ഫുള്ളി ഓൺ, ഓൾമോസ്റ്റ് നിയർ ടു ഫുള്ളി ഓൺഡ് എത്തിക്കഴിഞ്ഞു. അപ്പൊ അതൊരു അവരുടെ Xylem ഒരു എന്താ പറയുക, ഫിസിക്സ് വാല എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഡെഫിനറ്റ്ലി. ആൻഡ് ഇതൊക്കെ ഒരു ആഡഡ് കംപ്ലയൻസും കൂടിയായിരിക്കും. ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഫിസിക്സ് വാല അവിടെ റിപ്പോർട്ട് ചെയ്യണം, അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിലോട്ട് മാറും. ഓക്കെ, നൗ കമ്മിങ് ടു സേ നമുക്കൊരു നിങ്ങൾക്ക് ഏത് D2C കമ്പനിയിൽ നിങ്ങൾ കുറേ കാലം ചെലവഴിച്ചത്?
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ലീപ്പ് കമ്പനി ആയിരിക്കും. സ്ലീപ്പ് കമ്പനി തന്നെയാണ് വൺ ഓഫ് ദ മേജർ എക്സാമ്പിൾ. ദെൻ ഒരു ഗമ്മി ബ്രാൻഡ് ഏർലി സ്റ്റേജ് ഡീല് ചെയ്ത ഓർമ്മയുണ്ട് അവർ എക്സാക്ട്ലി. ദെൻ CC പെറ്റ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു ഡൽഹി ബേസ്ഡ് ആണ്, അവരും D2C തന്നെയാണ് ചെയ്യുന്നത്. അവരുടെയും D2C ഞങ്ങൾ ഓൺലൈൻ ഫസ്റ്റ് എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നുള്ളൂ. ഡയറക്ട് ടു കസ്റ്റമേഴ്സ് ഓൺലൈൻ ഫസ്റ്റ്, അവരുടെ ഇ-കോമേഴ്സ് തന്നെയാണ്. കാരണം ഈ ഡീൽസിലൊക്കെ ഇവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ഇവരുടെ ഓൺലൈൻ പ്രസൻസ് ആണ്. ഇവർ ഈ മാർക്കറ്റ് പ്ലേസസിൽ അവർ ലിസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഡീല് നോക്കുമ്പോൾ നമ്മൾ ഡിലിജൻസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇവരുടെ മാർക്കറ്റ് പ്ലേസ് എഗ്രിമെന്റ്സ് എന്താണ്, അവരുടെ ടേംസ് എന്താണ്, അത് നോക്കും. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളൊരു ഇൻവെസ്റ്ററിനെ പുറത്തുനിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫെമ ലോ അപ്ലിക്കബിൾ ആവും. അതിൽ മെയിൻ സംഭവം ഉള്ളത് മാർക്കറ്റ് പ്ലേസ് ബേസ് മോഡലിന് ഒരു കൺസിഡറേഷൻ കൊടുക്കണം. ഏത് D2C ഫൗണ്ടറും നിങ്ങളൊരു മാർക്കറ്റ് പ്ലേസ് ബിസിനസ്സാണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ഫോറിൻ ഇൻവെസ്റ്ററിനെ ഓൺബോർഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ ഫെമ ലോ പ്രകാരം 2 മോഡൽസാണ് ഉള്ളത്. അതായത് ഒന്ന് മാർക്കറ്റ് പ്ലേസ് മോഡലും ഒന്ന് ഇൻവെൻട്രി മോഡലും. ഓക്കെ. ഇൻവെന്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ് സെല് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളാണ് ഇൻവെന്ററി ഓൺ ചെയ്യുന്നത്. മറ്റത് നിങ്ങൾ ഒരു B2B മോഡലായി മാറും ഇതിന്റെ ടെക്നിക്കൽ ടേംസ് പ്രകാരം. ഇൻവെന്ററി മോഡൽ ഇൻവെന്ററി മോഡലിൽ റൺ ചെയ്യുന്ന കമ്പനീസിന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഇത് ഒരു മേജർ കൺസിഡറേഷൻ ആണ് D2C കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾ ഇതിന് നോൺ കംപ്ലൈഡ് ആണെങ്കിൽ നിങ്ങൾ ആ റേസ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് തന്നെ ആ ഒരു എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റെസ്ട്രിക്ഷനിലുള്ള കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ പറ്റില്ലെന്നായിരിക്കും ഫൈനൽ കൺക്ലൂഷൻ. അതൊരു ലോയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ പറയും ഓക്കെ നിങ്ങളുടെ പഴയ ഇൻവെസ്റ്റ്മെന്റ് നാളെ ഒരു അതോറിറ്റി വന്ന് ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യുവേഷൻ ആകെ മാറും. അപ്പോൾ ഈ വാല്യുവേഷൻ ജസ്റ്റിഫയബിൾ അല്ല, അതൊക്കെ ഒരു ബിഗ് റെഡ് ഫ്ലാഗ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള ടോപ്പ് മാർക്കറ്റ് പ്ലേസസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവരവരുടെ ഇൻവെന്ററി ഓൺ ചെയ്യില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ എക്സാക്ട്ലി. ഇൻവെന്ററി വേറൊരാൾ, അതായത് B2Bക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. പക്ഷേ ഇവിടെയും സിംഗിൾ ബ്രാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് നുവാൻസസ് എപ്പോഴും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ജനറലി ഒരു ചെറിയ ലിമിറ്റഡ് സമയത്ത് ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ ഒരു ലിമിറ്റഡ് കാര്യം വെച്ചിട്ട് നിങ്ങൾ ഫൈനൽ കോൾ എടുക്കരുത്. ഓഫ് കോഴ്സ് യു കൺസൾട്ട് എ കോർപ്പറേറ്റ് ലോയർ സോ ദാറ്റ് അവർക്ക് നിങ്ങളുടെ എല്ലാ നുവാൻസും നോക്കിയിട്ട്, കാരണം എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ അടുത്തും ഒരുപാട് നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഡീൽ സ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ലോയേഴ്സ് കൊടുക്കുന്ന വേറെ മെയിൻ സർവീസാണ്. ഇത് നിങ്ങളിപ്പം ഈ ഒരു മേഖല ഈ ഒരു ഇ-കൊമേഴ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലീഗലി പെർമിസിബിൾ ആയിട്ടുള്ള വേറെ റൂട്ട്സ് ഉണ്ടാവും. അതിനാണ് ഡീൽ സ്ട്രക്ചറിംഗ് എന്ന് പറയാം. കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് പോകും. അതായത് നിങ്ങളുടെ എൻറ്റിറ്റിയിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇൻവെന്ററി മോഡലാണ്. അപ്പം നിങ്ങൾക്ക് ഫോറിൻ ഇൻവെസ്റ്ററിനെ ഓൺബോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഏത് രീതിയിൽ, അപ്പം ഇൻവെന്ററി ഓൺ ചെയ്യുന്നതിന് ഡെഫിനേഷനിൽ തന്നെ ഒരുപാട് നുവാൻസസ് ഉണ്ട്. ഇന്ന ക്രൈറ്റീരിയാസ് ആണ്. അപ്പം അതിന് വേറൊരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാവാം ഇവർ ഓൺബോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവരായിട്ട് അറേഞ്ച്മെന്റ്. അതായത് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ കിട്ടണം, അവരുടെ അടുത്തുള്ള ഫണ്ട് കിട്ടണം, അതിനെ ഡിപ്ലോയ് ചെയ്യണം. അതൊരു പക്ഷേ കോൺട്രാക്ച്വൽ അറേഞ്ച്മെന്റ്, അതായത് നിങ്ങൾ ഈ നാട്ടിൽ പെർമിസിബിൾ അല്ലാത്ത എൻറ്റിറ്റി ആയിട്ട്, ഇത് ഡയറക്ട്ലി ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ പെർമിസിബിൾ അല്ലാത്ത എൻറ്റിറ്റി ആയിട്ട് വേറൊരു എൻറ്റിറ്റിനെ ലീഗലി പെർമിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വേറെ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാം. കോൺട്രാക്ച്വലി ഇവർ തമ്മിലൊരു ഇൻബൗണ്ട് ആയിട്ട് ഡൊമസ്റ്റിക്കലി ഒരു കോൺട്രാക്ച്വൽ അറേഞ്ച്മെന്റ്, ഈ ഫണ്ട് ഈ ഒരു പുതിയ എൻറ്റിറ്റിയിലോട്ട് വരിക, അങ്ങനെയുള്ള കുറച്ച് സ്ട്രക്ചറിങ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. യൂഷ്വലി നമ്മൾ ഡീൽ സ്ട്രക്ചറിങ് എന്ന് പറയുന്നത് വലിയ വലിയ ഡീലുകളാകുമ്പോഴേക്കും എന്തായാലും കാണുന്ന ഒരു കോമൺ സംഭവമാണ്. സ്ട്രൈറ്റ് ഫോർവേഡ് ഒരു ഇൻവെസ്റ്റർ, കാരണം ഏർലി സ്റ്റേജിൽ എന്ത് അക്സെപ്റ്റ് ചെയ്തു എന്ത് കൊടുത്തു എന്നുള്ള എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പം അത് പക്ഷേ എന്നാൽ ഇൻവെസ്റ്റർ ഒരിക്കലും ഇത്രയൊക്കെ റിസ്ക് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റർ എപ്പോഴും വരുന്നത് ആ കമ്പനീനെ കണ്ടിട്ടാണ്. ഇപ്പം ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ യൂഷ്വലി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമോ നമ്മൾ പറയുമല്ലോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ഡീൽസിലും ഒന്നെങ്കിൽ കമ്പനി ഫൗണ്ടേഴ്സ് ഫോമോലായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഫോമോലായിരിക്കും. അതായത് നല്ല കോൺസെപ്റ്റോ ദിസ് ഇസ്
സെപ്റ്റോ ലിറ്ററലി ഇപ്പോൾ എല്ലാ മാസവും ഫണ്ട് റൈസ് ചെയ്യുന്ന പോലെയാണ്. correct. കാരണം ആ ഒരു ഇൻവെസ്റ്റേഴ്സിന് സെപ്റ്റോനോടുള്ള ഒരു ഫോമാണ്. അതായത് ഇത്രയും നല്ല ഫോം എന്തുകൊണ്ടാണ് നല്ല റിട്ടേൺ കിട്ടും IPO പോയി കഴിഞ്ഞാൽ. കറക്റ്റ്. നൗ ഇൻവെസ്റ്റേഴ്സിനോട് കമ്പനീസ് ഓക്കെ ഈ കമ്പനി ഈസൽ അല്ലെങ്കിൽ ഇൻഫോഎച്ച് എല്ലാ ബിഗ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റർ ഏഞ്ചൽ ഇൻവെസ്റ്റർ ഇവിടെ സംഭവിക്കുന്നത് ഈ ഫോമോ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ടേംസ് മറന്നു പോകും. നമ്മൾ എന്തോ എല്ലാം കൊടുക്കും, ഇമോഷനിൽ പോകും. ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ ആ ഫോമോ മാറ്റി വെച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് അതൊന്ന് ഇത് ഇന്ന കാര്യങ്ങളുണ്ട് നിങ്ങളെന്ന് പറഞ്ഞിട്ട് അവരെ ഒന്ന് ഓക്കെ. എനിക്കൊന്ന് നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു തോന്നുന്നു. ഇനി നമ്മളെ എൻഡ് ഓഫ് ദ പോഡ്കാസ്റ്റ് AI എങ്ങനെയാണ് നിങ്ങളെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത്? വാട്ട് ഡു യു തിങ്ക്? എൻ്റെ പ്രാക്ടീസ് ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ AI ഒരു രീതിയിൽ ഞാൻ വന്നപ്പോൾ തൊട്ട് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നത്, ഇൻഫാക്ട് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി അസോസിയേറ്റഡുള്ള ഫേമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ലീഡിങ് AI ലീഗൽ AI പ്ലാറ്റ്ഫോംസിന് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഇൻഹൗസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. LLMs ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഇപ്പോൾ ലീഡിങ് AI സ്റ്റാർട്ടപ്സ് അതിനൊരു വേർട്ടിക്കലാണ് ലീഗൽ AI. ബിഗ് US ലീഗൽ AI. അപ്പം US-ലുള്ള ബിഗ് പ്ലേയേഴ്സ് ഇവിടെ വരുന്നു. അപ്പം ഇതിനെ അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രൊഫഷൻ ഒരു രീതിയിലും ഞാൻ സോഫാർ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും അതിനൊരു ഇനീഷ്യൽ ആ ഒരു ബസ് ഉണ്ടായിരുന്നു. ഓക്കെ ദിസ് വിൽ ബി സംതിങ്, എന്തോ നമ്മുടെ ജോലി കളയും, ഒരു രീതിയിലില്ല. കാരണം AI-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഡിസ്കസ് ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ടേം ഷീറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ChatGPT-യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ChatGPT പറഞ്ഞുതരും. പക്ഷെ അണ്ടിൽ ആൻഡ് അൺലെസ് ഒരു ഹ്യൂമൻ ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ കേൾക്കാത്തടത്തോളം കാലം ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ കാര്യം മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ AI വളരെ നല്ല രീതിയിൽ നമ്മുടെ വർക്കിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ടൈം കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ബേസിക്കലി ഞാൻ മനസ്സിലാക്കണ എല്ലാവർക്കും ഒരു അസിസ്റ്റന്റിനെ കിട്ടിയ പോലെയാണ്. എക്സാക്ട്ലി ഹൂ ഈസ് എ ഗുഡ് അസിസ്റ്റന്റ്. ഇപ്പോൾ ഇൻഫാക്ട് ലീഗൽ AI നമ്മളെ ഫേമിൽ ഇൻബൗണ്ട് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണർ ചെയ്തിട്ടുള്ള ഫേംസ് അല്ലെങ്കിൽ ലോ ഫേംസ് ഇന്ത്യയിൽ മൊത്തത്തിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള AI ടൂൾസിനെ വെച്ചിട്ട് അവരുടെ ലോയേഴ്സ്, കാരണം നമ്മൾ ഈ ലോ ഫേംസിലുള്ള വേറൊരു കോമൺ പ്രോസസ്സാണ്, നമ്മൾ hourly ചാർജസ് ആയിരിക്കും അധികം ക്ലയൻസിന് കൊടുക്കുക. നമ്മൾ ഇത്ര അവേഴ്സ് ഇതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതാണ് നമ്മുടെ hourly ചാർജ്. സോ ക്ലയൻസിന് വേണ്ടത് ഇതാണ്. നിങ്ങളുടെ hourly ചാർജ് നിങ്ങളൊരു മാറ്ററിന് 8 hour പണിയെടുത്ത് കഴിഞ്ഞാൽ 8 hour പെർ അവർ $10,000 ആണ് നിങ്ങളുടെ ചാർജ് എങ്കിൽ 80,000 ബില്ല് വരും. അത് 4,000 ആയാൽ ക്ലയൻറ്റ് ഹാപ്പിയാണ്. കറക്റ്റ്. അപ്പൊ നിങ്ങളെ അവേഴ്സ് കുറയും AI ഡിപ്ലോയ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് അവേഴ്സ് കുറയുന്നുള്ളതെന്ന് നമുക്ക് ചാലഞ്ച് ഇല്ല. കാരണം നമുക്കൊരു 8 hours വർക്ക് 4 hours ആണ് വേറെ ഡീൽ എടുക്കാം. നമുക്ക് ഒരിക്കലും വർക്കിന് ഒരു ഷോർട്ടേജ് ഉണ്ടാവില്ല നമ്മൾ ആസ് ലോങ് ആസ് നമ്മൾ ഒരു വലിയൊരു ഫേമിലാണ് അസോസിയേറ്റഡ് ആണെങ്കിൽ. ട്രൂ. എനിക്കൊന്ന് ലീഗലിൽ AI-യിൽ തന്നെ നമ്മളെ KPH മാഫിയയിൽ 2 പേര് എന്തോന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരാൾ പിന്നെ എനിക്ക് തോന്നുന്നത് അവനെന്തോ ഒരു കേസ് വന്നു. അപ്പോൾ കേസിന് റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് ചെക്ക് ചെയ്യാനൊരു വഴിയോ ഇല്ല. അപ്പോൾ ഹീ ഫീഡഡ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ്, പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഫീഡ് ചെയ്ത് അതിനോട് ചോദിച്ച് പിന്നെ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതെന്താ ചെയ്യേണ്ടത്. അപ്പം ഹീ ഗോട്ട് എ റിപ്ലൈ ആൻഡ് നൗ ഹീ ഈസ് ട്രൈങ് ടു ബിൽഡ് ദിസ് ആസ് ഡിപ്ലോയ് ദിസ് ആസ് എ പ്രൊഡക്റ്റ്. അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. സോ ഐ തിങ്ക് എല്ലാ ഡൊമൈനിലും AI വരും. ആൻഡ് നിങ്ങൾ പറഞ്ഞ പോലെ അവർ ജോബ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ഈസിയർ. It's like hiring a good assistant who doesn't need to be എന്താ പറയുക, who can be trained. കറക്റ്റ് ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടും. AI എന്ന് പറഞ്ഞാൽ ആസ് ലോങ് ആസ് യു ടൈം ഇറ്റ്, അതായത് നമ്മൾ അതിനിങ്ങനെ പരിപാലിച്ച് നമ്മളൊരു പെറ്റാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഈ കറണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ. അതിന് ടൈം ചെയ്യാൻ പഠിക്കുക. അതായത് LLM ഭയങ്കര പ്രോംപ്റ്റ് ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല. ബേസിക് കൊടുത്ത് എത്ര AIs ഇപ്പോൾ അത്രയും ന്യൂവാൻസ്ഡ് ആയി. നമ്മളൊരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ഔട്ട്പുട്ട് കൊടുക്കും. ആ പ്രോംപ്റ്റ് ഒന്നും കൂടി ട്വീക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. ആ പ്രോംപ്റ്റ് എത്രമാത്രം റിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക്. ട്രൂ. എനിവേസ്, താങ്ക് യു for coming to the show. Thank you for letting us know that you exist. ഇങ്ങനെ പലരും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. പ്ലീസ് ഡു റീച്ച് ഔട്ട് ടു അസ്. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ആ പേപ്പർ ഇതുണ്ടാവും, എന്താ പറയുക, ആ ഫോം ഉണ്ടാവും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ. സോ പ്ലീസ് ഡു കം. സോ വി ക്യാൻ ടോക്ക്, വി ക്യാൻ ഹെൽപ്പ് അതേഴ്സ് ബിൽഡ് ബെറ്റർ കമ്പനീസ്. ലീഗലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എല്ലാവർക്കും. സോ നാളെ നമുക്ക് മീറ്റപ്പിൽ കാണാം. സോ ഇനി എല്ലാ ക്വാർട്ടറിലും മീറ്റപ്പ് ഉണ്ടാവും ഇകോം ഷോൻ്റെ മൾട്ടിപ്പിൾ സിറ്റീസിലായിരിക്കും. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആ മീറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇജാസിനെ പോലെ കോർപ്പറേറ്റ് ലോയേഴ്സിനെ കണ്ടിട്ട് നിങ്ങൾക്ക് കുറെ പേടിക്കാം. ഒരിക്കലും പേടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.